നാൾ വിട്ടു നാം പോകും, യേശുവിൻ സന്നിധി ചേരും. വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും. ഹായെന്തൊരാനന്ദമേ, ഹായെന്തൊരാനന്ദമേ. ഒരു നാൾ വിട്ടു നാം പോകും, യേശുവിൻ സന്നിധി ചേരും. വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും. ഹായെന്തൊരാനന്ദമേ, ഹായെന്തൊരാനന്ദമേ. പോയ വൃതന്മാർ എത്രയോ ഭാഗ്യവാന്മാർ. കാഹളം വാനിൽ മുഴങ്ങുമ്പോൾ, ദൂതർ കാഹളം മുഴക്കുമ്പോൾ മധ്യവാനിൽ വന്നു ചേരും, മധ്യവാനിൽ വന്നു ചേരും. മുമ്പേ പോയ വൃതന്മാർ എത്രയോ ഭാഗ്യവാന്മാർ. കാഹളം വാനിൽ മുഴങ്ങുമ്പോൾ, ദൂതർ കാഹളം മുഴക്കുമ്പോൾ മധ്യവാനിൽ വന്നു ചേരും, മധ്യവാനിൽ വന്നു ചേരും. കാണാത്ത നാട്ടിൽ പുതുപുത്തൻ ഭവനമതിൽ നാഥൻ നമ്മെ ചേർക്കും, നമ്മെ മാറോടണയ്ക്കും. നാം എത്ര ഭാഗ്യവാന്മാർ, നാം എത്ര ഭാഗ്യവാന്മാർ. ആരും കാണാത്ത നാട്ടിൽ പുതുപുത്തൻ ഭവനമതിൽ നാഥൻ നമ്മെ ചേർക്കും, നമ്മെ മാറോടണയ്ക്കും. നാം എത്ര ഭാഗ്യവാന്മാർ, നാം എത്ര ഭാഗ്യവാന്മാർ. ഒരു നാൾ വിട്ടു നാം പോകും, യേശുവിൻ സന്നിധി ചേരും. വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും. ഹായെന്തൊരാനന്ദമേ, ഹായെന്തൊരാനന്ദമേ.
നടക്കുന്നതായ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. 5 മണിക്ക് തന്നെ ബോഡി ഇവിടുന്ന് താഴെ കൊണ്ടുപോകും. എല്ലാവരും സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ. ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. ഇന്നലെ വൈകിട്ട് 9:15 തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ആ ICUവിൽ കിടന്നുകൊണ്ട് കത്രിസന്നിയിൽ ചേർക്കപ്പെട്ടു. ഞങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ അവിടെ എത്തി. ഞങ്ങൾ ചെന്ന് ബോഡി കണ്ടു. ബോഡി കണ്ടതിന് ശേഷം ഒരു 10:30 മണിയായി മോർച്ചറിയിൽ വെച്ചു. പിന്നെ രാവിലെ ഞങ്ങൾ അവിടെ ചെന്നു. അവിടുത്തെ ഇവരിരുന്ന സഭയിൽ, ഇവർ ശുശ്രൂഷിച്ച സഭയിൽ കൊണ്ടുപോയി. അവിടെ ഏകദേശം ഒരു 3/4 മണിക്കൂർ അവിടുത്തെ ശുശ്രൂഷകൾ കഴിഞ്ഞു. വളരെ വേഗത്തിൽ തന്നെ ഇവിടെ എത്തിച്ചേരുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇവിടെയുള്ള ശുശ്രൂഷകളും ദൈവം അനുഗ്രഹിക്കട്ടെ. തനിക്ക് അവിടെ നല്ല ഒരു ശുശ്രൂഷ സഹോദരന്മാരിൽ കിട്ടുവാനായിട്ടിടയായി. അവിടുത്തെ സഹോദരന്മാർ നല്ലൊരു യാത്രയായപ്പോൾ അവിടുത്തെ ആശുപത്രിയിലും അവിടുത്തെ ഡോക്ടർമാരും അവിടുത്തെ ചുമതലപ്പെട്ടവരെല്ലാവരും വന്നു. അവിടെയും ബോഡി വെളിയിലെടുത്തതിന് ശേഷം നല്ലൊരു ശുശ്രൂഷ ബ്രദർ അജയന് കിട്ടുവാനായിട്ടിടയായി. ഇവിടെയും അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്ഷണിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ വന്നു ചേർന്നു. ഇപ്പോൾ അരിമനയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നതായ ആൽബി ബ്രദർ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം ലീഡ് ചെയ്യും. അദ്ദേഹത്തിനെ അതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. கர்த்தருடைய பரிசுநாமம் மேம்படுவதாக. நாம் ஏற்கனவே அறிவிக்கப்பட்டது போல அஜய் கே தோமஸ் ஊழியர் அவர்களுடைய நல்லடக்க நிகழ்வு குறிப்பிட்டது போல மிகவும் குறுகிய நேரத்திலே அது நடைபெற இருக்கிறது. யாவரும் பொறுமையாக கடைசி வரைக்கும் அமைதியாக இருக்கும்படி உங்களை அன்பாய் வேண்டுகிறோம். நாம் இந்த நிகழ்வை ஜெபித்து ஆரம்பிக்க இருக்கிறோம். காரக்கோணம் பகுதியிலே தேவ ஊழியம் செய்யக்கூடிய தேவ ஊழியர் தர்மதாஸ் அவர்கள் முதலாவது இந்த நல்லடக்க நிகழ்வின் ஆரம்பமாக ஜெபம் செய்வார்கள். നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ ഞങ്ങൾ ആഴമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തിരുമുമ്പിൽ കടന്നു വരുവാനൊരു അവസരം ഈ നിലയിൽ ഉണ്ടായതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക ഞങ്ങൾക്ക് നേരത്തെ അറിഞ്ഞുകൂടാ. എന്നാൽ അതൊക്കെയും ദൈവം നേരത്തെ അറിയുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രിയ സഹോദരൻ കർത്താവിൻ്റെ വേലക്കാരനായ അവിടെ ദാസൻ ദീർഘവർഷമായി കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ദൈവവചനം പഠിച്ചു, കർത്താവിനെ സേവിച്ചു, തനിക്ക് കുടുംബജീവിതം കൊടുത്തു, കുഞ്ഞുങ്ങളെ കൊടുത്തു. എല്ലാ നിലയിലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സഹായിച്ചല്ലോ. അതുകൊണ്ട് സ്തോത്രം. ഇപ്പോഴും തന്നെ വിരോധബാധിതനായി തീരുകയും കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് അങ്ങ് സ്വീകരിപ്പാൻ അവിടുന്ന് കരുണ കാണിച്ചുകൊണ്ട് സ്തോത്രം. ഒരുപക്ഷെ ഞങ്ങൾക്കതിൽ ആശ്ചര്യമായി അതിശയമായി തോന്നുമെങ്കിലും ദൈവത്തിൻ്റെ നിത്യമായ പ്ലാൻ അനുസരിച്ച് അതുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വിഷയത്തിൻ്റെ മേൽ ഞങ്ങൾക്ക് ഭാരവും പ്രയാസവും ദുഃഖവുമുണ്ട്. ഞങ്ങളെക്കാൾ അധികമായിട്ട് പ്രിയ സഹോദരിക്കും കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ഭാരമുണ്ട്. ഒരു ഭർത്താവ് നഷ്ടപ്പെട്ടു, ഒരപ്പൻ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ബന്ധുക്കൾക്ക് ഒരു സ്നേഹം നഷ്ടപ്പെട്ടു. ദൈവവേലക്കാരായ ഞങ്ങൾക്കൊരു കൂട്ടുപ്രവർത്തനം നഷ്ടപ്പെട്ടല്ലോ കർത്താവേ. എങ്കിലും അവിടുത്തെ ഹിതവിതായതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ പകൽക്കാലം താനായിരുന്ന സഭയിലെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ട് സ്തോത്രം. വഴിയാത്രയിൽ കൂടെ ഇരുന്നു ക്ഷേമത്തോടെ എത്തുവാൻ കർത്താവ് സഹായിച്ചു. തൻ്റെ ഭവനത്തിൽ ഈ ബന്ധുക്കളുടെ നടുവിൽ, ദൈവജനത്തിൻ്റെ നടുവിൽ ഇവിടെ വെച്ചൊരു ശുശ്രൂഷ ചെയ്യുവാൻ ഈ ഒരു അവസരത്തെ ഒരുക്കിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ശുശ്രൂഷ ലീഡിയന്നിൻ്റെ ദാസന്മാരെ ഓർക്കുന്നു, വചനം സംസാരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷയിലും നിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. മഴ ഞങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കർത്താവേ, മഴ ഞങ്ങൾക്കൊരാശ്വാസമായി തീരുവാൻ കർത്താവേ ഒരു തടസ്സമാകരുത് എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് വരേണ്ടവരൊക്കെ എത്തിച്ചേരുവാൻ സഹായിക്കണം. തിരുകൃപയിൽ ഞങ്ങളെ മറയ്ക്കണം. തിരു സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ഇവിടുത്തെ ഇന്നത്തെ ശുശ്രൂഷകൾ മുഖാന്തരം ചിലർ ദൈവത്തെ ഭയപ്പെടുവാൻ, കർത്താവ് രക്ഷകനായി സ്വീകരിക്കുവാൻ, ഈ നല്ല വേലയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കപ്പെടുന്ന ഒരു ദിവസമായി തീരുവാൻ കർത്താവെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷ ലീഡിയോന്റെ ദാസന്മാർക്ക് ബലവും ശക്തിയും കൃപയും നൽകണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദിയോടെ സ്തോത്രം മഹത്വമെടുക്കണം. കർത്താവും ഏകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവാഞ്ഞയുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. இப்பொழுது நாம் 2 பாடலை பாட கேட்போம். முதலாவதாக 269வது தமிழ் பாடல் பரலோகமே என் சொந்தமே என்கிற பாடலை தேவ ஊழியர் கனகராஜ் அவர்கள் முன்னிட்டு பாடுவார்கள். அதன் பின்பாக 721வது மலையாள பாடல் மண்மயமாம் ஈ உலகில் காண்பதுமாய் என்கிற இந்த பாடல். இப்பொழுது நாம் ஒரு சில பாடல்களை கேட்கிறோம். ഹലോ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പാട്ടാണല്ലോ, എൻ്റെ യേശു അല്ലാതെല്ലൊരു ആശ്രയം ഈ ഭൂമിയിൽ എന്നുള്ള പാട്ട് നമുക്കറിയാമല്ലോ. ചേർന്ന് ഈ പ്രിയ കുടുംബത്തിൻ്റെ ആശ്വാസത്തിന് വേണ്ടി നമുക്ക് ചേർന്ന് പാടാം. பாடல் பாடுகிறதுக்கு முன்பாக ஒரு சில முக்கிய அறிவிப்பு. அதாவது தேவம் ஊழியம் செய்யக்கூடிய தேவ ஊழியர்கள் முன்னாக வந்து அமரும்படி உங்களை அன்பாய் வேண்டுகிறோம். ஆண்டவருடைய ஊழியத்தில் இருக்கக்கூடிய தேவ பிள்ளைகள் முன்னாக சாபு செபாஸ்டின் அவர்கள் முன்னாக வரும்படி உங்களை அன்பாய் வேண்டுகிறோம். அது மாதிரி தேவ ஊழியர் ஜெபராஜ் அவங்க அவங்க முன்னாடி வரும்படி உங்களை அன்பாய் வேண்டுகிறோம். இப்பொழுது நாம் பாடல்களை கேட்கலாம். യോരാശ്രയം പൂവിൽ തില്ലേനിക്കു വിശ്രാമം വേറെ ഈ പാരിലും പാരത്തിലും സ്തുര്യൻ പ്രിയൻ എൻ്റെ രക്ഷകൻ ദൈവമേ നീയല്ലാതെല്ലാരും എൻ യേശു മാത്രം ആദിയേനിക്കേതു നേരത്തും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ കാണുന്നുണ്ട് സ്നേഹസാഹിയ ഈ ലോകസാഹി എല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകൻ ദൈവമേ നീയല്ലാതെല്ലാരും എൻ യേശു മാത്രം ആദിയേനിക്കേതു നേരത്തും.
ക്ഷീണിതരോഗത്തിലും നീ മാത്രമൻ വൈദ്യൻ. മാറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കാൻ. മാറിടം ആശ്രയം എൻ യേശു കർത്താവേ. എൻ രക്ഷകനായ ദൈവമേ, നീയല്ലാതില്ലാരും ആത്മവാദിയെ നീക്കേതു നേരത്തും. എൻ രക്ഷകനായ ദൈവമേ, നീയല്ലാതില്ലാരും യേശു മാത്രം ആദിയേ നീക്കേതു നേരത്തും. യേശു മാത്രം ആദിയേ നീക്കേതു നേരത്തും. இப்பொழுது நாம் மனிதனுடைய வாழ்வு இந்த பூமியிலே மிகவும் அற்பமான நாட்கள். நேற்று தொடங்கி இன்று முடிவுபடுகிறது போல, இன்று விரிந்து மாலையிலே காலையிலே பூத்து மாலையிலே உதிர்ந்து போகிற பூவை போல, நீர்க்கும்பளியை போல மிகவும் தற்காலிகமானதும் நிலையற்றதுமானதும் என்கிறதை விளக்கக்கூடிய 90வது சங்கீதத்தை நாம் இப்பொழுது வாசிக்க கேட்கலாம். பாகோடு தேவ சபையிலே ஊழியராக இருக்கக்கூடிய தேவ ஊழியர் அப்பு அவர்கள் இப்பொழுது 90வது சங்கீதத்தை நமக்காக வாசிப்பார்கள். കർത്താവിന് സ്തോത്രം. വായിക്കാൻ തിരഞ്ഞെടുത്ത വേദഭാഗം സങ്കീർത്തനം 90. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർദ്ദനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ച് വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിൻ്റെ കോപത്താൽ ക്ഷയിച്ചും നിൻ്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിൻ്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരയണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ.
നിൻ്റെ ദാസന്മാർക്ക് നിൻ്റെ പ്രവൃത്തിയും അവിടെ മക്കൾക്ക് നിൻ്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ആമേൻ. கர்த்தருடைய பரிசுத்தம் மேம்படுவதாக. நாம் தொடர்ந்து தேவ செய்தியை கேட்க இருக்கிறோம். அதுக்கு முன்பாக ஒரு பாடலுடைய ஒரு சில சரணங்களை நாம் கேட்கலாம். அதன் பின்பாக மார்த்தாண்டம் பகுதியிலே தேவ ஊழியம் செய்யக்கூடிய தேவ ஊழியர் அவர்கள் ஜெபம் பண்ணுவார்கள். அதன் பின்பாக எள்ளுவளையிலே தேவ ஊழியம் செய்யக்கூடிய தேவ ஊழியர் சஜு டி பால் அவர்கள் இன்றைய நம் வேதத்திலிருந்து நமக்கு ஆறுதல் தரக்கூடிய, அதே நேரத்திலே ஆண்டவரை குறித்து அறிந்து கொள்ளாதவர்களுக்கு அவரை அறிந்து கொள்ளக்கூடிய நம்பிக்கை தரக்கூடிய வேத வார்த்தைகளை அதை தொடர்ந்து நாம் கேட்க இருக்கிறோம். இப்பொழுது பாடலுடைய ஒரு சில சரணங்களை கேட்போம். அதன் பின்பாக மார்த்தாண்டம் தேவ சபையில் ஊழியம் செய்யக்கூடிய தேவ ஊழியர் சாம்சன் அவர்கள் ஜெபம் செய்வார்கள். அதன் பின்பாக தேவ செய்தியை நாம் கேட்கலாம். എന്നോ മാറുമോ വേദനകളെന്നു തീരുമോ കണ്ണു നീ എന്നോ മാറുമോ വേദനകളെന്നു തീരുമോ കഷ്ടപ്പാടിൽ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ കഷ്ടപ്പാടിൽ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ കണ്ണു നീ എന്നോ മാറുമോ വേദനകളെന്നു തീരുമോ കണ്ണു നീ എന്നോ മാറുമോ വേദനകളെന്നു തീരുമോ ഏകത്തിൽ ഒന്നുമില്ലായേ നേടിയതെല്ലാമിതേ ഏകത്തിൽ ഒന്നുമില്ലായേ നേടിയതെല്ലാമിതേ പരദേശിയാണുലകിൽ ഇവിടങ്ങും മഞ്ഞനല്ലോ പരദേശിയാണുലകിൽ ഇവിടങ്ങും മഞ്ഞനല്ലോ കണ്ണു നീ എന്നോ മാറുമോ വേദനകളെന്നു തീരുമോ കണ്ണു നീ എന്നോ മാറുമോ
വിശ്രമ നാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. പരനേ വിശ്രമ നാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. ക്ലേശം താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. ക്ലേശം താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. കണ്ണു നീ എന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. കണ്ണു നീ എന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണു നീ എന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. കണ്ണു നീ എന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. നീ എന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. கர்த்தருடைய பரிசுத்தம் மையப்படுவதாக. நாம் பாடல்களை கேட்கிறது போல, வேத வசனங்களை நாம் வாசிக்கிறது போல, இந்த பூமியிலே உள்ள வாழ்வு மிகவும் நிலையில்லாதது. எப்பொழுது வேண்டுமானாலும் இந்த மரணம் சம்பவிக்குங்கிறது நாம் இந்த கண்கூடாக பார்க்கிறோம். நேற்று வரை இயல்பாக சாதாரணமாக பேசிக்கொண்டிருந்த ஒருவர் திடீரென்று அவர் கர்த்தருடைய சந்நிதியிலே சேர்க்கப்படுகிறது நமக்கு ஆச்சரியத்தையும் வருத்தத்தையும் வேதனையையும் கொடுத்தாலும் அது ஒரு இயல்பான ஒரு காரியமாக இருக்கிறது. நாம் அனைவரும் இவ்விதமான ஒரு சூழ்நிலையிலே ஒரு நாளிலே கடந்து செல்ல வேண்டும். நாம் இந்த பூமியிலே இருக்கும்போது இந்த நிலையில்லாத வாழ்விலே நிலையான தேவனை, மெய்யான தேவனை அறிந்து கொள்கிறதும், நிலை வாழ்வு நித்திய வாழ்வை நாம் இலவசமாக பெற்றுக்கொள்கிறதும் மிகவும் பாக்கியமான ஒரு அனுபவம். அவ்விதமாக இந்த தேவ மனிதர் அவருடைய வாழ்விலே ஆண்டவராக இயேசு கிறிஸ்துவை ஏற்றுக்கொண்டவர். மட்டுமல்லாமல் அதை குறித்து மற்றவர்களுக்கு சொல்லி அவர்களை ஆண்டவருக்குள்ளாக வழிநடத்தி அவர்களுக்கு தேவையான அடிப்படை உபதேசங்களை கொடுக்கக்கூடிய ஒரு நபர். நாம் பொதுவாக நம்முடைய சிந்தனையிலே இது நமக்கு வருத்தத்தையும் வேதனையும் ஏற்படுத்தக்கூடியதாக இருந்தாலும், இது நான் ஏற்கனவே சொன்னது போல இது வாழ்விலே இது ஒரு நீதி. ஒரு நாள் பிறப்பு உண்டு சென்றால் ஒரு நாள் இறப்புண்டு. நம்ம எல்லாரும் இதன் வழியாக கடந்து செல்ல வேண்டும். இது நமக்கு ஒரு காரியத்தை நினைப்பூட்டி நிற்கிறது. எப்போது வேண்டுமானாலும் நம்முடைய வாழ்விலே இது சம்பவிக்க வேண்டும். நாம் சம்பவிக்க இருக்கிறது. நாம் அதற்கு ஆயத்தமாக இருக்க வேண்டும். இப்பொழுது நாம் அருமையான வேத வசனங்களை தேவ ஊழியர் வழியாக நாம் கேட்க இருக்கிறோம். அதற்கு முன்பாக மார்த்தாண்டம் தேவ சபையிலே ஊழியராக இருக்கக்கூடிய சாம்சன் அவர்கள் முதலாவதாக ஜெபிப்பார்கள். பரலோகத்துக்கும் பூலோகத்துக்கும் தேவனானவரே, உம்முடைய பிரியமான குமாரனும் எங்கள் அன்பு இரட்சகரும் மீட்பரும் எஜமானுமாய் இருக்கிற எங்கள் ஆண்டவராகிய இயேசு கிறிஸ்துவினுடைய நாமத்தினால உம்மை நாங்கள் நோக்கி பார்க்கிறோம், துதிக்கிறோம், சோத்தரிக்கிறோம். இந்த நல்ல வேலைக்காக நாங்கள் உமக்கு நன்றி செலுத்துகிறோம். அருமையான உம்முடைய தாசனை நீர் தெரிந்து கொண்டீர், அழைத்தீர். உம்முடைய வயல் பிரதேசங்களிலே உம்முடைய சத்திய சுவிசேஷத்தை அறிவிப்பதற்கு நீர் தெரிந்து கொண்டீர். இம்மட்டுமாக இந்த உலகத்தில் மகனுடைய காரியங்களிலே நீர் பெரிதான கிருபைகளை செய்தீர். உம்முடைய மாற்றமில்லாத சத்தியத்தை பல இடங்களிலேயும் பகிர்ந்து கொள்ள நீர் கிருபை செய்தீர். கடந்த நாட்களிலே கொஞ்சம் முடியாமல் இருந்தது. நாங்கள் எல்லாரும் உம்மை நோக்கி நாங்கள் பார்த்தோம், உம்மை நோக்கி நாங்கள் கூப்பிட்டோம். ஆனாலும் தேவனானவரே, உம்முடைய சித்தம் மகனை உம்முடைய சமூகத்திலே வைத்து கொள்ள வேண்டுமென்கிறதான சிலாக்கியத்தை நீர் கொடுத்திருக்கிறீர்.
அதற்காக நாங்கள் உமக்கு ஸ்தோத்திரம் செலுத்துகிறோம். மட்டுமாய் மகனுக்கு அடுத்த காரியத்திலே, குடும்பத்துக்கு அடுத்த காரியத்திலே மட்டுமாய் எல்லாம் நீர் பொறுப்பேற்று கொண்டு நடத்தினீர். அதற்காக நாங்கள் உமக்கு ஸ்தோத்திரம் செலுத்துகிறோம். தொடர்ந்துள்ள செய்தி மற்றும் காரியங்களிலே உம்முடைய நல்ல கிருபையை நீர் பொழிந்திரள வேண்டும் என்று எங்கள் ஆண்டவரும் இரட்சகருமாய் இருக்கிறதான இயேசு கிறிஸ்துவினுடைய நாமத்தினாலே நாங்கள் உம்மை நோக்கி எங்களை தாழ்த்தி செபிக்கிறோம். கிருபையுள்ள நல்ல பிதாவே. இப்பொழுதும் ஏற்கனவே கேட்டது போல நாம் தேவ செய்தியை கேட்க இருக்கிறோம். மிகவும் பொறுமையாக இருக்கும். ஏற்கனவே அறிக்கைப்பட்ட போல மிகவும் குறுகிய நேரத்தில் இந்த நிகழ்வு நிறைவடையும். பின்னாக சேர் இருக்கிறதாக சொன்னாங்க. அப்படியாக இருந்தால் நீங்கள் நிற்கிறவர்கள் அந்த பின்னாடி இருக்கக்கூடிய சேரை பயன்படுத்தும். நீங்கள் மிகவும் பொறுமையாக இருக்கும். இப்பொழுது நாம் வேத வசனத்தை நாம் கேட்போம். நாம் கவனமாக கேட்போம். நம்முடைய வாழ்வில் நாம் அதை ஆராய்ந்து பார்ப்போம். ஆண்டவரை இயேசு கிறிஸ்து ஏற்றுக்கொண்ட தேவ பிள்ளைகள் உண்டு. உண்மையிலே அவர்களுக்கு நினைத்து நான் சந்தோஷப்படுகிறேன், தேவனை ஸ்தோத்திரிக்கிறேன். மட்டுமல்லாமல் ஆனால் அதே நேரத்திலே அவரை குறித்து சரியாக புரிந்து கொள்ளாமல் அவரை ஏற்றுக்கொள்ளாமல் இருக்கக்கூடியவர்கள் உண்டு. அவர்கள் மிகவும் கவனமாக இந்த காரியத்தை தேவ செய்தியை கேட்டு இந்த வாழ்விலே அவர்கள் ஆண்டவரை இயேசு கிறிஸ்துவை சுந்தராச்சாரை ஏற்றுக்கொள்ள ஆண்டவர் கிருபை புரிவாராக. இப்பொழுது எள்ளுவலை தேவ சபையிலே தேவ ஊழியம் செய்யக்கூடிய தேவ ஊழியர் சஜு டி பால் அவர்கள் இப்பொழுது நாம் வேத வசனத்திலிருந்து ஒரு சில காரியங்களை நமக்கு அறிவுரையாக சொல்வார். കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവജനമായ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. കഴിഞ്ഞ 52 വർഷങ്ങൾ ഈ ഭൂമിയിൽ കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും ജീവിപ്പാനുള്ള ഒരു വലിയ ഭാഗ്യം പ്രിയ കർത്താവിൻ്റെ ദാസന് ദൈവം നൽകി. ഈ 52 വർഷത്തെ ജീവിതത്തിൽ ജീവനുള്ള ദൈവത്തെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തിരിച്ചറിയുവാനുള്ള ഒരു വലിയ ഭാഗ്യം തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അവൻ ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ആ നിലയിൽ പ്രിയ അജയ് ബ്രദറിനെ കർത്താവിനെ അറിയുവാനുള്ള ഒരു വലിയ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം ഒരുക്കി. അതുമാത്രവുമല്ല, തന്നെ രക്ഷിച്ച, തന്നെ വീണ്ടെടുത്ത തൻ്റെ പ്രാണനാഥനായ കർത്താവായ യേശു ക്രിസ്തുവിനായി തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ വേലയിൽ തനിക്ക് ദൈവം കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം ആ ശുശ്രൂഷ ചെയ്ത് കർത്താവിനെ ഉയർത്തുവാനുമുള്ളൊരു ഭാഗ്യം ഈ ഭൂമിയിൽ വെച്ച് പ്രിയ ദൈവദാസന് കർത്താവ് നൽകിയിരിക്കുകയാണ്. ആ നിലയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനാണ് ഇപ്പോൾ നിത്യതയിൽ പ്രവേശിച്ചിരിക്കുന്നത്. തനിക്ക് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാനും മക്കളെ ദൈവം ദാനം നൽകുവാനും അങ്ങനെ ഭൗതികമായ നന്മകൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് തനിക്ക് അവസരം നൽകി. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും വേദന നൽകുന്ന ഒരു കാര്യമാണ്, 52 വയസ്സായപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തന്നെ വിളിച്ചു. കർത്താവിനോട് കൂടെ ഇരുത്തുവാനായിട്ട് ദൈവത്തിന് പ്രസാദമായി. മാനുഷികമായ നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. പ്രിയ അജയ് ബ്രദറിനെ എനിക്കും വർഷങ്ങളായിട്ട് നല്ല പരിചയമുണ്ട്. ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവൻ്റെ വാർത്ത കേട്ടപ്പോൾ ഞാനും വളരെ ഞെട്ടലോടുകൂടെയാണ് ഞാനും അതറിഞ്ഞത്. പ്രത്യേകിച്ച് കൂടുതൽ വാക്കുകളൊന്നും പറയുവാനായിട്ടില്ല. പ്രിയ സഹോദരിയും മക്കളെയും അവരുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ കർത്താവ് ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. മനുഷ്യൻ്റെ വാക്കുകൾക്കോ മനുഷ്യൻ്റെ ഏതെങ്കിലും പ്രകടനങ്ങൾക്കോ ഈ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം നൽകുവാനായിട്ട് അത് സാധിക്കുകയില്ല. എന്നാൽ ആശ്വാസം നൽകുവാൻ ദൈവത്തിനും
ദൈവവചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയ കുടുംബത്തിന് എല്ലാവിധമായ ആശ്വാസവും സമാധാനവും സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുകയാണ്. മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ലഘുവായ ഒരു സന്ദേശം ഇന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. മോശെ അഹരോൻ്റെ വസ്ത്രം ഊരി അവൻ്റെ മകനായ എലയാസറിനെ ധരിപ്പിച്ചു. അഹരോൻ അവിടെ പർവ്വതത്തിൻ്റെ മുകളിൽ വച്ച് മരിച്ചു. മോശയും എലയാസറും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ബൈബിൾ പരിചയമുള്ളവർക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചത്. ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെ അനേകം വർഷങ്ങൾ മിസ്രയീമിൽ നിന്ന് അവരെ നടത്തിക്കൊണ്ടുവരുവാൻ ദൈവം തിരഞ്ഞെടുത്ത നായകന്മാരിൽ ഒരുവനായിരുന്നു അഹരോൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. ദൈവത്തിനായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനായിരുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ അജയ് ബദറിനെ പോലെ തന്നെ കർത്താവിനെ സ്നേഹിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവൻ, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവൻ, ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവൻ. ഈ അഹരോനായ പുരോഹിതനായ വ്യക്തി കഴിഞ്ഞ അനേക വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ച് അനേകം കർത്താവിന് വേണ്ടി അധ്വാനിപ്പാനും ഒക്കെ ദൈവം ഉപയോഗിച്ച ദൈവദാസനാണ്. എന്നാൽ ആ ദൈവദാസൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രത്യേകമായ കാലയളവ് വയ്ക്കുകയും ആ കാലയളവിൽ പൂർത്തിയായപ്പോൾ ദൈവം തന്നെ തൻ്റെ സന്നിധിയിലേക്ക് മടക്കി വരുത്തുകയും ചെയ്ത ഒരു സംഭവമാണ് നമ്മളിവിടെ വായിച്ചത്. ഇവിടെ നാം വായിക്കുന്നത് മോശയെ അഹരോൻ്റെ വസ്ത്രമൂരി തൻ്റെ മകന് കൊടുത്തു. അതിനുശേഷം ഈ അഹരോൻ അവിടെ നിന്ന് മരിച്ചു എന്നാണ് നാം വായിക്കുന്നത്. മരിച്ചു. അപ്പോൾ കർത്താവിൻ്റെ വേലയിൽ കഴിഞ്ഞ ദീർഘവർഷമായിരുന്ന കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ദൈവദാസനായ അഹരോൻ അദ്ദേഹം മരിച്ച് മാറ്റപ്പെട്ടു. അതാണ് നാം വായിച്ചത്. എന്നാൽ അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? 26-ാമത്തെ വാക്യം. അഹരോൻ്റെ വസ്ത്രം ഊരി അവൻ്റെ മകനായ എലയാസറിനെ ധരിപ്പിക്കണം. അഹരോൻ അവിടെ വെച്ച് മരിച്ച് തൻ്റെ ജനത്തോട് ചേരും. 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് അഹരോൻ മരിച്ചുവെന്നാണ്. സാധാരണ ഈ മരണമെന്ന് പറയുന്നത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാന വാക്കാണ്. മരണമെന്ന് പറഞ്ഞാൽ അതോടുകൂടി എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്നാണ് സാധാരണഗതിയിൽ മനുഷ്യൻ ചിന്തിക്കുന്നത്. മരണത്തിനപ്പുറം പിന്നൊന്നുമില്ല എന്നുള്ള നിരാശയിൽ അനേകർ നിലവിളിക്കുന്നതും കരയുന്നതും നമുക്ക് കാണാൻ സാധിക്കും. മരണത്തോടുകൂടി എല്ലാം തീർന്നു, ബന്ധം തീർന്നു, മരണത്തോടുകൂടി ജീവിതം തീർന്നു, മരണത്തോടുകൂടി ആശ്രയം തീർന്നു, എല്ലാം അവസാനിച്ചു എന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരണം ഒരു പരിധിവരെ ഈ ഭൂമിയിൽ ഒരവസാനം തന്നെയാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇവിടെ അഹരോൻ എന്ന് പറയുന്ന വ്യക്തി മരിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം രേഖപ്പെടുത്തുമ്പോൾ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സത്യമാണ് 26-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിച്ചത്. അഹരോൻ മരിച്ചു, അവൻ തൻ്റെ ജനത്തോട് ചേർന്നുവെന്നാണ് വായിക്കുന്നത്. ഈ ലോകത്തിൽ മരണമെന്ന് പറയുന്നത് ഒരവസാനമായിട്ട് അതൊരു തീർന്നു എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരു ദൈവദാസനെ, ഒരു ദൈവവൈതലനെ സംബന്ധിച്ചിടത്തോളം അവനെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് പറയുന്നത് മരണമെന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ചേരലാണ്. ഇവിടെ അഹരോൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് അഹരോൻ മരിച്ചു, അവൻ തൻ്റെ ജനത്തോട് ചേർന്നു എന്നാണ് വായിക്കുന്നത്. നിങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ജനം അനേക മരണ വീടുകളിൽ സാക്ഷ്യം വഹിച്ചവരാണ് എന്നെനിക്കറിയാം. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തി മരിക്കുമ്പോൾ
ആ വീട്ടിൽ എത്രമാത്രം വലിയ നിലവിളിയായിരിക്കും ഉണ്ടായിരിക്കുന്നത്, എന്തുമാത്രം വലിയ കരച്ചിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്, എന്തുമാത്രം മുറവിളിയായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രിയ സഹോദരിക്കും മക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കുമൊക്കെ സങ്കടമില്ലാത്തത് കൊണ്ടാണോ അവർ നിലവിളിക്കാത്തത്? അവർക്ക് വേദനയില്ലാത്തത് കൊണ്ടാണോ അവർ ഒച്ചപ്പാടിൽ കരയാത്തത്? അവർക്ക് ദുഃഖമില്ലാത്തത് കൊണ്ടാണോ അവർ മുറവിളിക്കാത്തത്? അല്ല പ്രിയപ്പെട്ടവരെ, അല്ല. ഒരു പരമസത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ദൈവദാസൻ ഈ കഴിഞ്ഞ ദിവസം ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. എന്നാൽ ഈ മാറ്റപ്പെട്ട ദൈവദാസനെക്കുറിച്ച് അഹരോനെ പോലെ തന്നെ ഞങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും. അദ്ദേഹം ഈ നാടും ഈ വീടും ഈ ദേശവുമെല്ലാം വിട്ട് തൻ്റെ ദേശത്ത് തൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് താൻ ചേർന്നു എന്നുള്ളതുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് ഇവിടെ ദൈവമക്കൾ അവർ സ്തോത്രം ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും പാട്ടുപാടുന്നതും ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതും. അവരും വളരെ പ്രത്യാശയോടുകൂടെ ഇരിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ അഹരോൻ തൻ്റെ ജനത്തോട് ചേർന്നു മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു. ഈ അജോയ് ബ്രദറും പ്രിയ കർത്താവിൻ്റെ ദാസനും കഴിഞ്ഞ ദിവസം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും അദ്ദേഹം പ്രിയം വെച്ച ഒരു കർത്താവുണ്ട്, അദ്ദേഹം പ്രിയം വെച്ച ഒരു ദൈവമുണ്ട്, അദ്ദേഹം പ്രിയം വെച്ച ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്, അദ്ദേഹം കാത്തിരുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെയും കർത്താവിൻ്റെ ജനത്തോടും കൂടെ അദ്ദേഹം എന്തു ചെയ്യായിരുന്നു? ചേരുകയായിരുന്നു. ഈ ചേരുക എന്ന് പറയുന്നതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യം, ജനത്തോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം. മരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അവസാനിക്കുന്നില്ല, ജീവിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നത്. പ്രിയ അജോയ് സഹോദരൻ ഇവിടെ അദ്ദേഹം മൗനമായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ അദ്ദേഹം ഒന്നും തന്നെ കാണുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം ഒരു സ്ഥലത്തെല്ലാം കാണുന്നുണ്ട്. അദ്ദേഹം ഒരു സ്ഥലത്ത് കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്, അദ്ദേഹം ഒരു സ്ഥലത്ത് കർത്താവിനോടുകൂടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഈ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരു വാക്ക് നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ പറയുന്നത്, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ എന്നാണ്. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കണമെങ്കിൽ, ക്രിസ്തുവിനോട് കൂടെ വാഴണമെങ്കിൽ, ദൈവജനത്തോടു കൂടെ ഇരിക്കണമെങ്കിൽ, ദൈവജനത്തോടുകൂടെ വസിക്കണമെങ്കിൽ വിട്ടുപിരിയണം. ഈ വിട്ടുപിരിഞ്ഞാൽ മാത്രമേ ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ സാധിക്കുകയുള്ളൂ. തൻ്റെ ഈ മൺകൂടാരം വിട്ട് പിരിഞ്ഞ് ഇന്ന് താൻ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുകയാണ്, ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ദൈവജനത്തോട് ചേർന്നു. ഈ ദൈവജനമെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമത്തിൽ ഈ ദൈവജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പേര് ഇങ്ങനെയാണ്, അവരെ ക്രിസ്തുവിൽ മരിച്ചവർ എന്നാണ് അവരെക്കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ അജോയ് ദൈവജനത്തോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാരോടുകൂടെ പ്രിയപ്പെട്ടവൻ ചേർന്നിരിക്കുകയാണ്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവൻ ചേർന്നിരിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവരോടുകൂടെയാണ്. അപ്പോൾ ഒരുപക്ഷെ ചിലർക്ക് തോന്നാം, ഈ ആരാ ഈ ക്രിസ്തുവിൽ മരിച്ചവർ? നിങ്ങൾക്കറിയാമല്ലോ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ വിശ്വാസ നായകൻ ഈ ലോകത്തിലേക്ക് വന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്? കർത്താവായ യേശു വന്നത് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാനാണ്. ഇവിടെ പള്ളികൾ പണിയുവാനോ മതം സ്ഥാപിക്കുവാനോ ഒന്നുമല്ല കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് വന്നത്. യേശു ക്രിസ്തു വന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. കാൽവരിയുടെ ക്രൂശിൽ തൻ്റെ കൈയും കാലും തുളച്ചുകൊണ്ട് വിലാപ്പുറം കുത്തി തുറന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ചാട്ടവാറകളാൽ അടിയേറ്റുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും പാപത്തിനും വേണ്ടി യേശു ക്രിസ്തു കാൽവരിയുടെ ക്രൂശിൽ മരിച്ചു. അവിടെ നടക്കപ്പെട്ടു. 3-ാമത്തെ ദിവസം അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ആ കർത്താവ് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ ആരാണോ വിശ്വസിച്ചത്, ആ യേശു ക്രിസ്തുവിനെ ആരാണോ ഹൃദയത്തിൽ ഏറ്റെടുത്തത്, ആ യേശു ക്രിസ്തുവിനോട് ആരാണോ പാപങ്ങളെ ഏറ്റുപറഞ്ഞത്, ആ യേശുവിനെ ആരാണോ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് മരിച്ചുപോയ വിശുദ്ധന്മാരെ കുറിച്ച് പറയുകയാണ്, അവർ ക്രിസ്തുവിൽ മരിച്ചവരാണ്. പ്രിയ അജോയ് ബദറും കഴിഞ്ഞ അനേക നാളുകൾക്ക് മുമ്പ് ഈ കർത്താവായ യേശുവിൽ വിശ്വസിച്ചു.
യേശുക്രിസ്തുവാണ് ദൈവമെന്നും യേശുക്രിസ്തുവാണ് പാപപരിഹാരകനെന്നും യേശുക്രിസ്തുവാണ് രക്ഷിതാവെന്നും അദ്ദേഹം വിശ്വസിച്ചു. യേശുക്രിസ്തുവിന് ഹൃദയം കൊടുത്തു, ആ യേശുക്രിസ്തുവിനായി സമർപ്പിച്ചു. ഇന്ന് അദ്ദേഹം ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരോട് കൂടെ ഇന്ന് കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കുകയാണ്. ഇവിടെ വായിക്കുന്നത് അഹരോൻ മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു. പ്രിയ അജോയ് ബ്രദർ മരിച്ചു, തൻ്റെ ജനത്തോട്, താൻ പ്രിയം വെച്ച കർത്താവിനോട് താൻ ഇന്ന് ചേർന്നിരിക്കുകയാണ്. വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. ഞാൻ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോവുകയാണ്. അതാണ് ജീവിക്കുന്നു, അതായത് മരിച്ചു എന്ന് പറഞ്ഞാൽ, ജനത്തോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ജീവിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ജീവിക്കുകയില്ല, ഇവിടെ ഇപ്പോൾ അദ്ദേഹം മരിച്ചുവെങ്കിലും മറ്റൊരു നാട്ടിൽ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണ്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16 അധ്യായം അതിൻ്റെ 25 വാക്യത്തിൽ ഒരു വാക്യം നാം അവിടെ കാണുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ 2 പേരുടെ മരിച്ച സംഭവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ധനവാനും മരിച്ചു, ലാസറും മരിച്ച സംഭവം. ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ആ മരിച്ച സമയത്ത് ഈ ധനവാൻ സ്വർഗത്തേക്ക് നോക്കി, അതായത് പിതാവിനെ നോക്കി അദ്ദേഹം നിലവിളിക്കുകയാണ്. അപ്പോൾ ദൈവം പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: നീ ഭൂമിയിൽ വെച്ച് നന്മ അനുഭവിച്ചു, ലാസർ തിന്മ അനുഭവിച്ചു. എന്നിട്ട് നീ ഇപ്പോൾ ഇവിടെ വേദന കൊണ്ട് നീ എന്ത് ചെയ്യുന്നു? നീ വേദന കൊണ്ട് നീ ഇവിടെ ആയിരിക്കുകയാണ്, നീ യാതന അനുഭവിക്കുകയാണ്. എന്നാൽ ഇവനോ ഇപ്പോൾ എന്ത് ചെയ്യുക? ആശ്വസിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ ശാന്തമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, മരണം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖവും വിഷമവും കഷ്ടതയും വേദനയും ഒക്കെ നമുക്ക് തരുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ വളരെ പ്രയാസം തരുന്ന ഒരു കാര്യമാണ് മരണമെന്ന് പറയുന്നത്. എന്നാൽ ഒരു ദൈവഭക്തൻ്റെ മരണത്തെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്നത് അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്വസിക്കുകയാണ്. നമുക്ക് എത്ര പേർക്ക് അത് സന്തോഷിക്കുവാനായിട്ട് സാധിക്കും? അതുകൊണ്ടാണ് പറയുന്നത്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. കാരണം എന്താ? അവിടെ ആശ്വാസം അനുഭവിക്കുകയാണ്. ഒരു ഭക്തൻ, ഒരു ദൈവ പൈതൽ ഈ ലോകത്ത് നിന്ന് മരിച്ചു മാറ്റപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ നിലവിളിക്കാത്തത്? എന്തുകൊണ്ടാണ് ഞങ്ങൾ മുറയിടാത്തത്? അതിൻ്റെ കാരണം അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്വസിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ആശ്വാസം അനുഭവിക്കുക. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ അദ്ദേഹം വളരെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. ജീവിതത്തിൽ വളരെ പ്രതികൂലങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു, വേദന അനുഭവിച്ചു, കഷ്ടത അനുഭവിച്ചു, രോഗം അനുഭവിച്ചു. ഇനി അദ്ദേഹം ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്വാസം അനുഭവിക്കുന്ന സമയമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇതാ അവൻ എൻ്റെ സന്നിധിയിൽ അവൻ ആശ്വാസം അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിൻ്റെ മരണം, ഒരു ദൈവഭക്തൻ്റെ മരണമെന്ന് പറയുന്നത് അത് കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്വാസം അനുഭവിക്കുകയാണ്. ഞാൻ ഒരു വാക്യം വായിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 15-ാം അധ്യായം നാം വായിക്കുമ്പോൾ 55 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട ഒരു ഭക്തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി മരിച്ച് അടക്കപ്പെട്ട് ഇന്ന് കർത്താവ് സ്വർഗത്തിൽ വസിക്കുകയാണ്. അവിടുന്ന് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. ആ സ്വർഗത്തിൽ ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എത്രയും വേഗം അവിടെ നിന്ന് മടങ്ങി വരുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ മടങ്ങി വരുന്ന സമയത്ത് മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അന്ത്യ കാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്നും വിശുദ്ധ ബൈബിൾ പറയുക. അപ്പോൾ മരിച്ചവർ ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുമെന്നുള്ളത് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. അതുകൊണ്ട് ഒടുവിൽ ഇങ്ങനെ പറയുന്നത്, അല്ലയോ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവിൻ. പ്രിയ
സഹോദരിയോടും മക്കളോടും ബന്ധുക്കളോടും ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ സ്നേഹിതരോടൊക്കെ പറയുവാൻ കഴിയുന്ന ഒരു സത്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കുക, നിങ്ങൾ കുലുങ്ങാത്തവരായിരിക്കുക, നിങ്ങൾ ധൈര്യപ്പെടുക. കാരണം എന്താ? നമ്മുടെ കർത്താവ് വരികയും ഈ ശരീരം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. അത് ഒരു പുതിയ ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നുള്ളത് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളിൻ. ഈ സഹോദരൻ്റെ മരണം ഞങ്ങൾക്ക് ആശ്വാസമായിരിക്കുന്നതിൻ്റെ കാരണം, പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഉയർക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അദ്ദേഹത്തെ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ മണ്ണിലേക്ക് കുഴിച്ചിടും. അത് പൊടിയിലേക്ക് അത് തിരികെ ചേരും. പൊടിയിൽ നിന്ന് എടുത്തത് കൊണ്ട് പൊടിയിലേക്ക് തിരികെ ചേരും. എന്നാൽ ഞങ്ങളുടെ ആത്മമണവാളനായ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഒരു പുതുപുത്തൻ ശരീരത്തോടു കൂടെ പ്രിയ സഹോദരനും ശരീരത്തിൽ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽക്കാൻ എടുക്കപ്പെടുമെന്നുള്ളത് വിശുദ്ധ ബൈബിൾ നൽകുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ഈ സഹോദരനും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പ്രിയ സഹോദരിക്ക് സംശയമില്ല, മക്കൾക്ക് സംശയമില്ല. അതുകൊണ്ടാണ് അവർ വളരെ ശാന്തമായി, ധൈര്യത്തോടുകൂടി, സമാധാനത്തോടുകൂടെ ഇന്ന് ഈ സ്ഥലത്ത് അവരിവിടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അഹരോൻ മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു. എന്താ അത് വെളിപ്പെടുത്തുന്നത്? അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വെളിപ്പെടുത്തുന്നത്. പ്രിയ സഹോദരൻ മരിച്ചു മാറ്റപ്പെട്ടു, അദ്ദേഹം തൻ്റെ ജനത്തോട് ചേർന്നു. ക്രിസ്തുവിൽ മരിച്ചവരോട് കൂടെ അദ്ദേഹവും ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ സഹോദരൻ അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം ആശ്വാസം അനുഭവിക്കുകയാണ്. അനേകർ ദുഃഖം അനുഭവിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ആശ്വാസം അനുഭവിക്കുകയാണ്. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഒരു പ്രത്യാശയുണ്ട്. ഈ സഹോദരൻ ഉയർക്കും, നാമും രൂപാന്തരം പ്രാപിക്കും. നാം കർത്താവിനെ ഒരുമിച്ച് കണ്ട് ഒരുമിച്ച് നാം കർത്താവിനോടുകൂടെ ആയിരിക്കും. എന്നിട്ട് നമ്മോട് പറയുന്ന ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു. സഹോദരിയോടും മക്കളോടും പറയട്ടെ, മനുഷ്യൻ്റെ വാക്കുകൾക്കൊന്നും നിങ്ങളെ സമാധാനപ്പെടുത്തുവാനോ ആശ്വസിപ്പിക്കുവാനോ കഴിയുകയില്ല. എന്നാൽ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം, അത്യുന്നതനായ ദൈവം, സർവ്വത്തിന് മതിയായ ദൈവം, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ മതിയായ ദൈവമാണ്. പ്രിയ സഹോദരൻ ചേർന്നിരിക്കുന്നത് തൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്കാണ്. സഹോദരൻ ഇപ്പോൾ ആശ്വാസം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമാകുവാൻ നമ്മെ എല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാമം രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ എടുക്കപ്പെടും. കർത്താവിൻ്റെ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. கிறிஸ்தவர்கள் பிரியமானவர்களை, நாம் மிகவும் அருமையான நம்பிக்கையூட்டும் வேத வசனங்களை நாம் கேட்டுக்கொண்டிருந்தோம். மரணம் என்கிறது நம்முடைய வாழ்விலே முடிவு அல்ல, இன்னொரு வாழ்வினுடைய தொடக்கமாக இருக்கிறது. அதாவது அஜய் தோமஸ் அவர்கள் இங்கே அவருடைய வாழ்வு முடிந்தாலும் ஆண்டவருக்குள்ளாக அல்லது பரலோகத்திலே அவருடைய வாழ்வு தொடங்கி இருக்கிறது. பொதுவாக மனிதர்கள் என்கிற நிலையிலே நாம் எல்லாரும் நினைக்கிறது, அவர் கொஞ்ச நாள் கூட இங்கே இருந்திருந்தால் நன்றாக இருக்குங்கிறது மானுஷிகமாக நாம் அனைவரும் நினைப்போம். அதே நேரத்தில் ஆண்டவருடைய சந்நிதியிலே சென்ற அவர் எப்பொழுது நாம் அவருடைய சந்நிதிக்கு செல்லுவோம் என்கு ஆவலோடு எதிர்பார்த்திருக்கக்கூடிய தருணமாக அவர் அங்கே இருக்கிறதுங்கிறதை நாம் நினைவுற வேண்டும். என்று சொன்னால், இந்த உலகிலே நாம் பாவ உலகிலே இந்த பாவ மாம்சத்திலே இருக்கிறோம். இதை விட்டு பிரியும்படியாக நாம் ஏங்கி கொண்டிருக்கிறோம். நாம் வேதவசனத்தில் கேட்டது போல ஆண்டவரை இயேசு கிறிஸ்துவை ஏற்றுக்கொண்டவர்களுக்கு இது ஒரு மிகவும் பாக்கியமான சந்தோஷமான அனுபவமாக இருக்கிறது. அதே நேரத்திலே அவரை குறித்து அறிந்து கொள்ளாதவர்களுக்கு இது மகா பெரிய ஒரு எச்சரிப்பின் செய்தியாக இருக்கிறது. மரணம் ஒரு நாள் நாம் விரும்பினாலும் விரும்பாவிட்டால் நம்முடைய வாழ்விலே எதிர்கொள்ளும். ஆண்டவராய் இயேசு கிறிஸ்துவை ஏற்றுக்கொள்ளாதவர்கள் நித்திய நரகத்திலே தள்ளப்படுவார்கள் என்கிற கடினமான உண்மையை வேதம் மிகவும் தெளிவாக சொல்கிறது. இந்த பூமியிலே அதிகமாக அச்சிடப்படக்கூடியதும் அதிகமானவர்களால் வாசிக்கக்கூடியதும் அதிக மொழிகளிலே மொழிபெயர்ப்பக்கூடியதும் அதே நேரத்தில் விஞ்ஞான ரீதியாக, அகழ்வாராய்ச்சி ரீதியாக, வரலாற்று ரீதியாக, தீர்க்க தரிசன ரீதியாக 100% நிரூபிக்கப்படக்கூடிய வேத வசனங்கள் மிகவும் உண்மையாக சொல்லுகிறது. மனிதனுக்கு மரணத்துக்கு பின்பாக ஒரு வாழ்வு இருக்கிறது. ஒரே தரம் மரிப்பதும் பின்பு நியாய தீர்ப்பு அடைவதும் மனுஷருக்கு நியமிக்கப்பட்டிருக்கிறபடி என்று நாம் கேட்கிறோம். அதுபோல கண்டிப்பாக நம்ம சம்பவிக்க ஆண்டவராக இயேசு கிறிஸ்து ஏற்றுக்கொள்ளாதவர்கள் இன்றைய தினமே ஏற்றுக்கொள்ள ஆண்டவர் ஒவ்வொருவருக்கும் கிருபை புரிவாராக. வருத்தப்படுகிற ஒவ்வொருவருக்கும் தேவன் பரத்திலிருந்து நல்ல ஆறுதலையும் பலத்தையும் கொடுப்பாராக. நம்முடைய நேரம் மிகவும் நெருங்கிவிட்டது. மிகவும் சுருக்கமாக இந்த அஜய் தோமஸ் அவர்களை குறித்து மிகவும் 4 நபர்கள் ஒவ்வொரு நிமிடங்களாக அவரை குறித்து சாட்சி சொல்வார்கள். முதலாவதாக முக்கோலா தேவ சபையுடைய சார்பிலே தோமஸ் குட்டி அவர்களும், அதன் பின்பாக பாஸ்டர் ஜோனி அவர்களும்,
மஞ்சாலமுடு ஹெப்ரோன் சபையின் சார்பிலே ஜெபராஜ் அவர்களும், அதன் பின்பாக 6ஆம் அந்த சபையின் சார்பிலே MC ஜான் அவர்களும் 1 நிமிடத்திலே அவர்கள் சாட்சி சொல்வார்கள். மன்னிக்கவும், பேரூர் கடை சபையின் சார்பிலே MC ஜான் அவர்களும் 1 நிமிடங்களாக அவர்கள் அஜய் தோமஸ் அவர்கள் குறித்து மிகவும் ரத்தின சுருக்கமாக சொல்வார்கள். அதன் பின்பாக குடும்பத்தின் சார்பிலிருந்து 1 அல்லது 2 நபருக்கு, நாம் ஏற்கனவே நேரம் அதிகமாகிவிட்டது, காலநிலை மிகவும் நமக்கு நன்றாக சாதகமாக இல்லை. அதனால் தயவுசெய்து ஒவ்வொரு நிமிடங்களில் நாம் அந்த சாட்சியை கேட்க இருக்கிறோம். அதன் பின்பாக நாம் ஒரு பாடலை கேட்டு கடைசி ஜெபத்தினுள் நம் இந்த பகுதியிலிருந்து அவருடைய வீட்டுக்கு அருகாமையில் உள்ள பகுதிக்கு அடக்கம் பண்ணுவதற்காக அவருடைய சரீரம் எடுத்து செல்லப்பட இருக்கிறது. தயவுசெய்து இதுவரையிலும் பொறுமையாக இருந்தவர்கள் தொடர்ந்து பொறுமையாக இருக்கும்படி உங்களை அன்பாக வேண்டுகிறோம். நாம் இந்த 4 சாட்சிகளை கேட்ட பின்பாக குடும்பத்தின் சார்பிலிருந்து ஒரு சில சாட்சிகளை மிகவும் சுருக்கமாக கேட்ட பின்பாக பாடலில் ஒரு சில அடிகளை கேட்ட பின்பாக கடைசி ஜெபம் செய்து நாம் இந்த சரீரம் இங்கிருந்து எடுக்கப்பட இருக்கிறது. இப்பொழுது இப்பொழுது நாம் ஏற்கனவே பெயர் அறிவிக்கப்பட்டது போல முதலாவதாக அந்த முக்கோலோ சபையின் சார்பிலே தோமஸ் குட்டி அவர்களும், அதன் பின்பாக பாஸ்டர் ஜோனி அவர்களும், 3ஆவதாக மஞ்சாலமுடு ஹெப்ரோன் சபையின் சார்பிலே ஜெபராஜ் அவர்களும், 4ஆவதாக பேரூர் கடை சபையின் சார்பில் MC ஜான் அவர்களும் மிகவும் ரத்தின சுருக்கமாக ஓரிரு வார்த்தைகளிலே அவரை குறித்த சாட்சியை சொல்வார்கள். அதன் பின்பாக குடும்பத்தின் சார்பாக ஒரு சிலர் அவர்களுக்கு வாய்ப்பு கொடுக்கப்படுகிறது. நாம் காலதாமதம் ஆகினால் தயவுசெய்து அனைவரும் அதை கருத்தில் கொண்டு மிகவும் சுருக்கமாக சொல்லும்படி உங்களை அன்பாக வேண்டுகிறோம். அதன் பின்பாக ஒரு பாடலுடைய ஒரு சில வரிகளை நாம் பாட கேட்ட பின்பாக ஜெபம் செய்து அவருடைய சரீரம் இந்த பகுதியிலிருந்து அவருடைய வீட்டுக்கு அருகாமையில் உள்ள பகுதியிலே நல்ல இடத்திற்காக எடுத்து செல்லப்பட இருக்கிறது. தயவுசெய்து இதுவரையிலும் பொறுமையாக இருந்து நீங்கள் தொடர்ந்து பொறுமையாக இருக்கும்படி உங்களை அன்பாக வேண்டுகிறோம். ദൈവത്തിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദുഃഖസമയത്ത് എനിക്കും പ്രിയപ്പെട്ടവരോട് ആ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദൈവം അവസരമൊരുക്കി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പ്രിയ സഹോദരനായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പ്രിയ സഹോദരനെ ആദ്യമായി പരിചയപ്പെടുന്നത് ഞാൻ കൊട്ടാരക്കരയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പോൾ പേരൂർക്കട സഭയുടെ സഹകരണത്തിൽ കല്ലേത്ത് YMF-ൻ്റെ ഒരു ക്യാമ്പ് നടക്കുന്ന സമയത്താണ് ഞാൻ പ്രിയ സഹോദരനെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും. പ്രിയ സഹോദരൻ അന്ന് അവിടെ താമസിച്ചവിടുത്തെ പ്രവർത്തകനായി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പിന്നീട് പല സന്ദർഭങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒരുമിച്ച് സഹകരിക്കാനും കഴിഞ്ഞു. അതിനുശേഷം പ്രിയ സഹോദരൻ അല്പവിദൂരയിലേക്ക് മാറിപ്പോയെങ്കിലും അവസാനമായി പ്രിയ സഹോദരനെ കണ്ടത് കഴിഞ്ഞ സഹോദരിമാരുടെ മീറ്റിങ്ങിന് മഞ്ഞാലുംപുടി അസംബ്ലി വെച്ചാണ് ഞാൻ ആദ്യം പിന്നീട് അവസാനമായി കാണുന്നത്. പിന്നീട് ഞങ്ങൾ കാണുവാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. എന്നാൽ പ്രിയ സഹോദരൻ്റെ രോഗവിവരം അറിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് എണീറ്റപ്പോഴാണ് പ്രിയ സഹോദരൻ താൻ പ്രിയമിച്ച കർത്താവിൻ്റെ ചേർക്കപ്പെട്ടു എന്ന് കേട്ടത്. ആ കേട്ട മാത്രയിൽ തന്നെ എനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം പ്രതീക്ഷിക്കാതെയാണ് തൻ്റെ രോഗവിവരം കേൾക്കുന്നതും പ്രതീക്ഷിക്കാതെയാണ് തൻ്റെ യാത്രയായതുമെന്ന് കേട്ടപ്പോൾ ഞാനും വളരെ വിഷമത്തിലായി. എങ്കിലും ഒരു പ്രത്യാശയുണ്ട്. കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ ഭൂമി വിട്ടു പോകേണ്ടവരാണ്. നാം ഈ ഭൂമി വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യാശയായ കർത്താവിൻ്റെ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുള്ളൊരു വലിയൊരു പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല പ്രിയ സഹോദരന് കൊടുത്ത സമയമൊക്കെയും വിശ്വസ്തയോടെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ദൈവം അവസരം ഒരുക്കി. തനിക്ക് കുടുംബമായിട്ടും താമസിക്കുവാനും ബന്ധുമിത്രാദികളോടും ചർച്ചകളൊക്കെ ചേർന്ന് ആ സന്തോഷം, മാനുഷികമായുള്ള സന്തോഷം അനുഭവിക്കാനും ഇടയായി. മാത്രമല്ല പ്രിയ സഹോദരൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തത് ഞാൻ നാട്ടിൽ വന്ന സമയമാണ്. എനിക്ക് മറ്റാരെയും അറിയയില്ല ഈ പ്രദേശത്ത്. ഒരു ദിവസം പ്രിയ സഹോദരൻ എൻ്റെ കയ്യിൽ ചെറിയൊരു കൂട്ടായ്മ കൊണ്ടു തന്നു. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എനിക്ക് കിട്ടിയതിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഞാൻ സഹോദരന് തന്നത്. ഞാൻ പലർക്കും കൊടുക്കാറുണ്ട്, അതിലൊരു ഓഹരി ഇപ്പോൾ സഹോദരൻ ഞാൻ തന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു കാര്യം മനസ്സിലായത്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും തന്നാൽ കഴിവത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുകയും ചെയ്യുന്ന ഒരു സഹോദരനായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ സമയമായപ്പോൾ തൻ്റെ ദുഃഖം നിറഞ്ഞ ശരീരത്തിൽ നിന്ന് കർത്താവിൽ ചേർക്കപ്പെട്ടു. മാനുഷികമായി നോക്കുമ്പോൾ ദുഃഖവും പ്രയാസവും ഉളവാക്കുന്നതാണെങ്കിൽ തന്നെയും നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ
നമുക്ക് ദൈവം തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ പ്രത്യാശ മുന്നോട്ട് പോകാം. ദുഃഖത്തിലായിരിക്കുന്ന ആ പ്രിയ സഹോദരിയും മക്കളെയും മറ്റും പ്രിയപ്പെട്ടവരെയും വലിയവനായ ദൈവം തൻ്റെ വചനത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവത്തിന് വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ. பிரியமானவர்களே, அதாவது அவரை பார்க்க வருகிறவர்கள் அவரை பார்க்கிறதற்கு வசதியாக இந்த பகுதியிலே சற்று இடம் விடும்படி உங்களை அன்பாய் வேண்டுகிறோம். பார்க்க வருகிறவர்கள் வந்து பார்த்து செல்லும்படி அதற்கான ஒரு வாய்ப்பை அவர்கள் கொடுக்கும்படி உங்களை அன்பாய் வேண்டுகிறோம். தொடர்ந்து தான் பாஸ்டர் ஜோனி அவர்கள் பேசுவார். ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കഴിഞ്ഞ പകല് 10:30 പാസ്റ്ററുടെ സഹോദരിമാർ തന്നെ കാണുവാനായി ആശുപത്രിയിൽ കടന്നു പോകുന്നു. ആ സമയത്ത് ഞങ്ങളെ വിളിച്ചറിയിപ്പാനിടയായി. ഏകദേശം 10:30 മുതൽ ഞങ്ങൾ പ്രാർത്ഥിപ്പാനായി ഹാളിൽ കയറി. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഏകദേശം 7:10 എന്ന ടൈം വരെ രാത്രിയിൽ ഞങ്ങൾ 2-3 പേര് പ്രാർത്ഥനയിലായിരുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ദൈവത്തോട് യാചിപ്പാണ്, രോഗിയായിട്ടെങ്കിലും അവശേഷിക്കണം എന്നാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. എന്നാൽ നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും ദൈവം വിഫലമാക്കി എന്നല്ല. നമ്മെ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കുമ്പോൾ അതിൽ ദൈവഹിതവും നിയോഗവും ഉണ്ട് എന്ന് ഗ്രഹിപ്പാൻ കഴിയുന്നു. സ്തോത്രം. താൻ വളരെ കാലം ദൈവത്തിന് വേണ്ടി അധ്വാനിപ്പാനിടയായ തൻ്റെ കുടുംബത്തിന് വേണ്ടി സ്തോത്രം അധ്വാനിച്ചു. ദൈവത്തിൻ്റെ രാജ്യത്തിൽ അനേക വ്യക്തികളെ ചേർപ്പാനിടയായി അവനൊക്കെയും പ്രതിഫലം വാങ്ങുവാനായി താൻ കടന്നു പോയിരിക്കുന്നു. നമുക്കും ഇപ്രകാരമുള്ളൊരു യാത്ര അതിവേഗത്തിലുണ്ട് എന്ന് സ്തോത്രം ഈ സാക്ഷ്യം നമ്മെ ചിന്തിപ്പിക്കുന്നു. ഏകദേശം ഒരു മാസത്തിന് മുമ്പാണ് ഇപ്രകാരമുള്ളൊരു വേദിയിൽ തന്നെ കാണുവാനും സ്തോത്രം ഹല്ലേലൂയ പെട്ടെന്ന് തന്നെ താൻ അനുശോചനം പറഞ്ഞ് ശുശ്രൂഷയുടെ തിടുക്കത്തിൽ വേഗത്തിൽ എൻ്റെ കരത്തിൽ തട്ടി എൻ്റെ മടിയിലിരുന്ന വേഗം തന്നെ ഏൽപ്പിച്ചിരുന്നത് വാങ്ങിച്ചുകൊണ്ട് പോകുവാനിടയായി. പിന്നത്തേതിൽ ഞാൻ കാണുന്നത് ഇന്ന് ഇവിടെ വന്നതിന് ശേഷമാണ്. ദൈവം തമ്പുരാൻ തന്നെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കുമാറാകട്ടെ. തൻ്റെ ഭാര്യയും തൻ്റെ മക്കളെയും തൻ്റെ സഹോദരങ്ങളെയൊക്കെ ദൈവം തമ്പുരാൻ അവിടെ നിന്ന് കരുതട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം ബൈബിൾ പ്രകാരം പഠിപ്പിക്കുന്നു. യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. ദൈവം തമ്പുരാൻ തന്നെ കൂട്ടിയിരിക്കുന്നു. എല്ലാവരെയും ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഒരു വാക്കുകൂടെ, ഹെൻറി അപ്പച്ചൻ്റെ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ഒരു സഹോദരങ്ങൾ, രക്തബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ആരും പുറകോട്ട് പോകുന്നവരല്ല. എല്ലാവരും ഒറ്റക്കെട്ടായി അവരോട് കൂടെയുണ്ട്. അവിടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എൻ്റെ അപ്പൻ്റെ രക്തബന്ധത്തിൽപ്പെട്ട ആളാണ് പാസ്റ്റർ ജെ തോമസ്. സഹോദരങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. എഫതാ പ്രയർ ഹാളിൻ്റേതായിരിക്കുന്ന ചെറിയ കൊല്ല എഫതാ പ്രയർ ഹാളിൻ്റേതായിരിക്കുന്ന അനുശോചനങ്ങളും സ്നേഹാദരവുകളും അർപ്പിക്കുന്നു. ആമേൻ. இப்பொழுது தேவ ஊழியர் டி.பி. ஜெயபிராஜ் அவர்கள் ஒரு சில வார்த்தைகள் பேசுவார். ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഞാൻ അല്ലാതെ ഞരങ്ങുകയാണ്. കാരണമേറെയുണ്ട്. എൻ്റെ കൂട്ടുപ്രവർത്തകനായ പ്രിയ കർത്തൃദാസൻ നിശ്ചലമായി കിടക്കുന്ന ഈ വേളയിൽ എൻ്റെ സഹപാഠിയും എനിക്ക് മുമ്പേ കർത്തൃവേലയിൽ ഇവിടെ വളരെ വ്യാപൃത്തിരിച്ചിരുന്ന കർത്തൃദാസൻ്റെ മകളുമായ പ്രിയ ഷാർലിയുടെ ഭർത്താവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിലാണ് ഇങ്ങനെ ഒരു വാക്ക് പറയുക ഇടയായത്. പ്രിയ സഹോദരനെ ചിറ്റിക്കോണം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന വേളയിലെ പരിചയമുണ്ട്. അവിടെ വെച്ചാണ് ഈ പ്രിയ സഹോദരിയുമായിട്ടുള്ള വിവാഹ ആലോചന ഉണ്ടാകുന്നത്. അതിനുശേഷം കല്ലയം, അതുപോലെ പേരൂർക്കട എന്നീ സ്ഥലങ്ങളിലൊക്കെ താൻ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടു പോകുന്ന വേളകളിലും അതിനുശേഷം താൻ ഏർപ്പെട്ടു പോകുന്ന വിവിധ സ്ഥലങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലും സഹകരിച്ച് പ്രവർത്തിപ്പാനിടയായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുമിച്ച് പങ്കാളികളായി തീരുവാൻ കർത്താവ് എനിക്കും പ്രിയ സഹോദരനൊക്കെ കർത്താവ് കൃപ നൽകി.
തന്നിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഈ സമയം ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉപദേശപരമായിട്ട് തെറ്റ് എന്ന് ബോധ്യപ്പെടുന്ന എല്ലാ വിഷയങ്ങളും താൻ എതിർത്ത് നിൽക്കുമായിരുന്നു. അത് ബന്ധം നോക്കി ഒരു ആ വിഷയത്തിൽ ഒരു സഹകരണത്തിന് താൻ ഒരിക്കലും തയ്യാറാകുകയില്ല. ചില വിഷയങ്ങൾ ഞാനുമായിട്ടൊക്കെ സംസാരിച്ചു മട്ടുമുണ്ട്. അങ്ങനെ കർത്താവിനെ കുറിച്ചുള്ള അറിവ് തനിക്ക് ദൈവം നൽകിയതൊത്തവണ്ണം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ, അതിൽ നിലനിൽക്കുന്നതിലൊക്കെ തന്നെ കർത്താവ് ധാരാളമായിട്ട് ബലപ്പെടുത്തി. ഈ അടുത്ത സമയമായി ഒരല്പം ദൂരെയാണ് താൻ പ്രവർത്തിക്കുന്നു എന്ന് വരെയും ചില സന്ദർഭങ്ങളിൽ ഒരുമിച്ച് കാണാനിടയായിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2026 ജാനുവരിയിൽ നടന്ന ഒരു ഏകദിന പ്രാർത്ഥന യോഗത്തിന് താനും തൻ്റെ ഇളയ മകനുമായിട്ട് ഞങ്ങളുടെ സഭാഹാളിൽ വന്ന് പ്രാർത്ഥനയിൽ സംബന്ധിച്ച് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് വിഷയങ്ങളൊക്കെ പങ്കുവെച്ച് പിരിയുവാനിടയായി. പിന്നത്തെ ഇതിൽ ഒരുമിച്ച് പ്രവർത്തനത്തിനായിട്ട് കൂടാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ ഫോണിലൂടെയൊക്കെ ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഞങ്ങൾ സംസാരിക്കും. ദൈവകൃപയാൽ പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിയ കുടുംബജീവിതത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരളവിൽ ഞാൻ ഇവിടെ കേട്ടതുപോലെ താനിപ്പോൾ ദൈവസ്ഥനിൽ വിശ്രമിക്കുന്നു. തൻ്റെ സഹധർമ്മിണിയായ പ്രിയ സഹോദരിയും മക്കളും ഭൗതിക നിലയിൽ തങ്ങൾക്ക് നേരിട്ട വേർപാടിൻ്റെ ദുഃഖത്തിൽ അവർ കഴിയുകയാണ്. അത് നിരത്തുവാൻ ഈ സമയം അല്ലെങ്കിൽ ഇന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പുരുഷായുസ് കൊണ്ട് സാധ്യമല്ല. എന്നാൽ ഏത് ഹൃദയത്തെയും സമാധാനിപ്പിക്കുന്ന, ഏത് മുറിവിനെയും ഉണങ്ങിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. പ്രിയ സൗകര്യ വിഷയം മനസ്സിലാക്കും, ദൈവകൃപയിൽ നിലനിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ വിഷയങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ പ്രാർത്ഥിക്കുകയുണ്ടായി. രാവിലെ ഉറക്കെഴുന്നേറ്റ് ആദ്യം കണ്ട വാർത്ത അജയ് ബ്രദറിന് ഇങ്ങനെ രോഗമുണ്ട്, അതിനെക്കുറിച്ച് തുറന്നുള്ള കാര്യങ്ങൾക്ക് അന്വേഷിച്ച് ദൈവകൃപയാൽ ഒരല്പ ഭേദമുണ്ടെന്നൊക്കെ കേട്ടു. പിന്നത്തേതിലുണ്ടായ വഷളായ വിഷയങ്ങൾ കേട്ടിട്ട് വൈകുന്നേരം പ്രിയമകൻ ജോയിലുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ സ്ഥിതിക്ക് ഒരല്പ മാറ്റമുണ്ട്, ഒരല്പ വഷളായിട്ട് മുമ്പോട്ട് പോരുകയാണ്. എങ്കിലും ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. പ്രിയപ്പെട്ടവന് ദൈവം ആശ്വാസം നൽകും എന്നത് ഫോണിലൂടെ ഞങ്ങൾ സംസാരിച്ചുവെങ്കിലും രാത്രിയോടുകൂടെ തൻ്റെ ഈ വേർപാടിൻ്റെ ദുഃഖം അറിഞ്ഞു. ദൈവകൃപയിൽ ഒരളവിൽ പറഞ്ഞാൽ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിവർത്തിച്ച് താൻ തൻ്റെ ദേശത്തേക്ക് താൻ കടന്നുപോയിരിക്കുന്നു. ഏറെ അധ്വാനിക്കുവാൻ ഇനിയുണ്ട്, അത് തൻ്റെ മക്കൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്തൃവേലക്കാരായിരിക്കുന്ന അനേക സഹോദരന്മാർ നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് താൻ നൽകുന്ന ഒരു സന്ദേശം, നമ്മെക്കൊണ്ട് കഴിയുന്ന വേല ചെയ്യുക. കാരണം സമയം എപ്പോഴൊന്നും അറിയാൻ കഴിയുന്നില്ല, ഏത് നിലയിലെന്നറിയില്ല. നാം ഈ ലോകം വിട്ട് മാറ്റപ്പെടും. അതിനു മുമ്പ് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിവർത്തിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയ സൗരി ഷർലിക്കും ദൈവം അവർക്ക് നൽകിയ മക്കൾക്കും ദൈവം ധാരാളമായിരിക്കുന്ന ആശ്വാസം നൽകി അവരെ സഹായിക്കട്ടെ. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവാൻ. ഇവിടെ കേൾക്കുന്നത് മാത്രമല്ല, നമ്മൾ വായിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, അത് നമ്മുടെ ഹൃദയത്തിൽ ആശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വാക്യം മാത്രം വായിച്ച് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിൻ്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ദാനിയേലിനോട് പറഞ്ഞ വാക്കുകൾ പ്രിയ സഹോദരൻ അജയ് അവர்களോടും ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. കാലാവസാനത്തെങ്കിൽ നമുക്ക് മുമ്പേ താൻ തൻ്റെ ഓഹരി പ്രാപിപ്പാനായി എഴുന്നേറ്റ് വരും. ഇവിടെ അധ്വാനിച്ചതിൻ്റെയും പ്രതിഫലം ഇവിടെ കിട്ടിയില്ല, പക്ഷേ താൻ പ്രതിഫലത്തിനായി വരുന്ന ദിവസം നമുക്കും തന്നെ കാണാമെന്നുള്ള ആ ശുഭപ്രതീക്ഷയോടുകൂടെ ഞാൻ ഈ വാക്കുകൾ ചുരുക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സഭയൊക്കെ ദൈവം സഹായിക്കട്ടെ, എല്ലാവിധമായിരിക്കുന്ന ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഞ്ഞാലുമുട് ഹെബ്രോൻ ബ്രദറൻ സഭയുടെ പേരിലുള്ള അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ആമേൻ. இப்பொழுது பேரூர் கடை சபையின் சார்பாக MC ஜான் அவர்கள் ஒரு சில வார்த்தைகளை பேசுவார். ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. പ്രത്യേകിച്ച് വളരെ ദുഃഖത്തിലാണ് ഇവിടെ അവരുടെ ബന്ധുമിത്രാദികൾ, ഭാര്യ, മക്കളൊക്കെ. എന്നാൽ നമുക്ക് വലിയൊരു പ്രത്യാശ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ അജയ് തോമസിനെ ഈ അടുത്ത കാലത്താണ് എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ സാധിച്ചത്. ചേരാവളിലായിരുന്ന സമയത്ത് എൻ്റെ സണ്ണിലോ സന്തോഷ് പറഞ്ഞു, ഈ അജയ് തോമസിൻ്റെ പ്രായവും പുള്ളിക്കാരൻ്റെ പ്രായവും ഒരേ പ്രായമാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു ചെന്നിത്തലയാണ് പഠിച്ചത്.
ചെന്നിത്തല സ്കൂളിൽ ഒരു ബെഞ്ചിലിരുന്ന് അവർ പഠിച്ച ആളുകളാണ്. ഈ പല സ്ഥലത്തും പോയി അവസാനം ചേരാവള്ളിയിൽ വന്ന് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഒരവസരം ദൈവം കൊടുത്തു എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഓർക്കുവാൻ കഴിയുന്നത് ചില വർഷങ്ങൾക്ക് മുൻപ് പേരുക്കട സഭയോടുള്ള ബന്ധത്തിൽ വരികയും അവിടെ ഒരു പുതിയ പ്രവർത്തനം കല്യാൺ ഭാഗത്ത് ആരംഭിക്കണമെന്ന് വിചാരിച്ച് ആ പ്രദേശത്ത് പാർത്തുകൊണ്ട് കുടുംബമായിട്ട് പാർത്തുകൊണ്ട് ആ പ്രദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്തു. അത് അവിടെ പ്രവർത്തനമൊക്കെ ചെയ്തു, ശരിയാ. ആത്മാക്കളെ കിട്ടിയോന്ന് അറിയത്തില്ല. ദൈവത്തിൻ്റെ വചനം അവിടെ വിതയ്ക്കുവാനിടയായി. ആ പ്രദേശത്തൊക്കെ അനേകർ ആ വചനം കേട്ട് കാണും. അത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്നും പറയുവാൻ സാധിക്കത്തില്ല. കർത്താവിൻ്റെ ദാസൻ പലയിടങ്ങളിലായിട്ട് കടന്നുപോയി പ്രവർത്തിച്ചിട്ടുണ്ട്. അവസാനം ചേരാവള്ളിയിലും ആ നിലയിൽ ശുശ്രൂഷ ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മരണമെന്നുള്ളത് നമുക്ക് ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതേ ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ക്രിസ്തുവിലല്ലാതെ മരിക്കുന്നവർ അതൊക്കെ ഒരു ഭാഗ്യം എന്ന് പറയുവാൻ സാധിക്കത്തില്ല. ആ കർത്താവിൽ ജനിച്ച് കർത്താവിൽ മരിച്ച് ആ നിലയിലുള്ള ഭക്തന്മാർ ഭാഗ്യവാന്മാരാണ്. ഇവിടെ ഇരിക്കുന്ന ആ നിലയിൽ അനേകം വിശുദ്ധന്മാർ ഇവിടെയുണ്ട്. കർത്താവിൽ ജീവിക്കുന്ന, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഭക്തന്മാരുണ്ട്. കർത്താവിൻ്റെ വരവെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോൾ കർത്താവിൽ മരിക്കാത്ത അനേകരെ ഇവിടെ വിട്ടുപോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ നിലയിൽ കർത്താവിൻ്റെ ദാസൻ നമുക്ക് മുൻപേ കടന്നു പോയിരിക്കുകയാണ്. നാം ഓരോരുത്തരും അതിൻ്റെ അതേ പാതയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം വരെ നമുക്ക് ഓടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദുഃഖത്തിലിരിക്കുന്ന ദാസിയെയും കുഞ്ഞുങ്ങളെയും അവരുടെ ബന്ധുമിത്രാദികളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിപ്പാൻ സാധിക്കും. അതേ നിലയിൽ തന്നെ പേരുക്കട സഭയുടെ ദുഃഖവും പ്രത്യാശയും ഞങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കട്ടെ. ആമേൻ. கிறிஸ்துவுக்குள் பிரியமானவர்கள், இன்னும் ரெண்டு பேர் கூட இந்த சாட்சி சொல்லுவதற்காக உண்டு. சிட்டிக்கோணம் சகோதர சபையின் சார்பிலே விஜயதாஸ் அவர்கள் மிக ரத்தின சுருக்கமாக ஒரு சில வார்த்தைகளை பேசுவார்கள். அதன் பின்பாக குடும்பத்தார் வீட்டார் சார்பிலே போவாஸ் அவர்கள் ஒரு சில வார்த்தைகளை சாட்சியாகவும் அதை தொடர்ந்து ஒரு நன்றி அறிவிப்பும் சொல்வார்கள். அதன் பின்பாக நாம் கேட்டது போல ஒரு பாடலுடைய ஒரு சில சரணங்கள் பாடின பின்பாக தெற்றுவழிலே தேவ ஊழியம் செய்யக்கூடிய சாபு சபாஷன் அவர்கள் ஜெபித்து இங்கே உள்ள நிகழ்வு நிறைவு வரும். அதில் தயவுசெய்து இதுவரையில் நீங்கள் பொறுமையாக இருந்தீர்கள். சற்று காலதாமதம் ஆகிவிட்டது. தயவுசெய்து பொறுமையாக மீண்டும் இருக்கும்படி உங்களை அன்பாக வேண்டுகிறோம். இப்பொழுது சிட்டிக்கோணம் சபையின் சார்பிலே விஜயதாஸ் அவர்கள் முதலாவதாகவும் அதன் பின்பாக வீட்டாருடைய சார்பிலே போவாஸ் அவர்களும் ஒரு சில வார்த்தைகளை மிகவும் இரத்தின சுருக்கமாக பேசுவார். ദൈവനാമത്തിൻ്റെ മഹത്വം. ഈ പ്രിയപ്പെട്ടവൻ്റെ പെട്ടെന്നുള്ള വേർപാടിൽ അതീവ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സർവാശ്വാസങ്ങളുടെ ദൈവം, മനസ്സിലുള്ള പിതാവുമായ ദൈവം തൻ്റെ വചനങ്ങളാൽ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഇങ്ങനെ രണ്ട് വാക്ക് പറയുവാൻ അവസരം നൽകിയ കർത്തദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. ഏകദേശം 10-27 വർഷം മുമ്പ് ഞാനിപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്ന നെടുമങ്ങാടൻ സമീപത്തുള്ള ചിറ്റിക്കോണം ബ്രദർ അസംബ്ലിയിൽ തൻ്റെ വളരെ ചെറുപ്പകാലത്ത് താൻ ദൈവവചന പഠനമൊക്കെ കഴിഞ്ഞു വന്ന് തൻ്റെ നല്ല യൗവനയുക്തമായ പ്രായം ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള മലയും കാടുമൊക്കെ കടന്ന് ഒത്തിരി ഏരിയകൾ നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം തനിക്ക് കൃപ കൊടുത്തു. അവിടെ ആയിരിക്കുമ്പോഴാണ് ഈ മഞ്ഞാലമൂട് സഭയിൽ നിന്നും പ്രിയ ഷെർലി സിസ്റ്ററുമായിട്ടുള്ള വിവാഹ ആലോചന ഉണ്ടാകുന്നതും വിവാഹം കഴിഞ്ഞും ചില നാളുകൾ അവിടെ ഇരുത്തലമൂല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാടക ഭവനം എടുത്ത് അവരവിടെ താമസിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥലസഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. പ്രത്യേകാൽ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ അസംബ്ലിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ ദുഃഖവും പ്രയാസവും ഉണ്ടായി. എന്നാൽ ഇന്ന് പ്രതികൂല കാലാവസ്ഥയിൽ എല്ലാവർക്കും കടന്നു വരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ സഭയിലെ എൽഡേഴ്സായിട്ടുള്ള പ്രിയ ദേവരാജൻ ബ്രദർ, അതുപോലെ ബിജു ബ്രദർ, കർത്താവിൻ്റെ ദാസൻ ഷിബിൻ, ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകാൽ പ്രിയ സഹോദരിയോടും കുഞ്ഞുങ്ങളോടും പ്രിയ ദേവദാസന്മാർ ഓർപ്പിച്ചതുപോലെ തന്നോടൊപ്പം ചേർന്ന് നിന്ന് കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി അധ്വാനിച്ചതിനുള്ള ഒരു വലിയ പ്രതിഫലവും നിത്യതയിൽ സന്തോഷവും നമുക്ക് ലഭ്യമാകുവാൻ ഇടയായിട്ട് തീരും. ഇടയ്ക്കൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു.
കഴിഞ്ഞ ഞായറാഴ്ച പ്രിയ സഹോദരനും ഞാനും ഒരുമിച്ച് കോട്ടയത്ത് പാമ്പാടിയിലൊരു പ്രാർത്ഥനാ സമ്മേളനത്തിൽ സംബന്ധിക്കുവാനിടയായിട്ട് തീർന്നു. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത്രയും അവിശ്വസനീയമായൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കേൾക്കുവാനായിട്ടിടയായിട്ട് തീർന്നത്. പ്രത്യേകകാലം അന്നും തന്നെ കാണുവാനും കുശലാന്വേഷണം നടത്തുവാനും ഒക്കെയും ദൈവം സഹായിച്ചു. മരണം ആകസ്മികമാണ്, നമ്മളിവിടെ കേട്ടു. എല്ലാവരെയും സകല ഹൃദയങ്ങളെയും തൻ്റെ സ്നേഹവും സമാധാനവും കൊണ്ട് നിറയ്ക്കുന്ന ദൈവം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. இப்பொழுது வீட்டார் சார்பிலே போவாஸ் அவர்கள் ஒரு சில வார்த்தைகளை பேசுவார்கள். அதன் பின்பாக தேவ ஊழியர் சாமுவேல் பி பாபு அவர்கள் நன்றி கூறுவார்கள். ஏற்கனவே கேட்டது போல ஒரு சில பாடலுடைய ஒரு சில சரணங்களை கேட்ட பின்பாக சாம்பு சபாஷன் அவருடைய ஜெபத்துடன் இங்கே உள்ள நிகழ்வு நிறைவு வரும். நீங்கள் பொறுமையாக இருக்கும்படி உங்களை அனுப்ப வேண்டும். കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏകദേശം 24 വർഷം കൊണ്ട് ഈ അജയൻ ബ്രദറുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ടിടയായി. ഇദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ ആലോചനയും അതിൽ പങ്കെടുക്കുവാനും ദൈവം സഹായിച്ചു. ഇന്നലെ രാത്രി 9:15 താൻ പ്രിയമച്ച കത്രസിനെ ചേർക്കപ്പെട്ടത്. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, തനിക്ക് ചെറിയൊരു കുടിലാണ്, ഒരു സീറ്റിട്ട ഒരു വീടാണ്. താൻ ആരോടും ഒരു പരിഭവവും പറയാതെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു പോകുന്ന ഒരു സഹോദരനാണ്. ഞങ്ങൾക്കൊക്കെ നല്ല വീടുണ്ട്. ഞാൻ ഒരിക്കൽ ചോദിച്ചു, അജയ് നീ എന്ത് ഒരു നല്ലൊരു വീട് വയ്ക്കാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം തരുന്ന ഒരു ദിവസമുണ്ട്, അപ്പോൾ വയ്ക്കാമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, 3 കുഞ്ഞുങ്ങളും ഷെർലി ഉണ്ട്. അവർക്കൊരു വീടിൻ്റെ ആവശ്യമുണ്ട്. ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഇവിടെ ഒത്തിരി കത്രദാസന്മാരിരിക്കുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അവർക്ക് ഇനി അവർ കഴിഞ്ഞ 2 വർഷത്തോളം കായംകുളത്തുള്ള ഒരു സഭയിൽ ശുശ്രൂഷിച്ചു. ഇന്നലെ ഞങ്ങളവിടെ എത്തി. ഞാൻ പറഞ്ഞതുപോലെ 10:30 തന്നെ ബോഡി കിട്ടി. അത് ഞങ്ങൾ ചെന്ന് ബോഡി കണ്ടതിന് ശേഷം ആ ബോഡി മോർച്ചറിയിൽ വെച്ചു. രാവിലെ ഞങ്ങൾ ചെന്ന് അവിടെയുള്ള തിരുവല്ല TMM ആശുപത്രിയിലുള്ള, അതായത് ഞങ്ങൾക്ക് അവിടെ ഒരു ആശുപത്രി ഉണ്ട്, തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയാണ്. അവർ വേണ്ട എല്ലാ കരുതലും ചെയ്തു. അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാവരും വന്നു, അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളൊക്കെ വന്നു. അവിടെ ഞങ്ങൾക്കൊരു ചാപ്പലുണ്ട്, അവിടുത്തെ സുവിശേഷകൻ വന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അവരുടെ സഭയിൽ കൊണ്ടുപോയി ഒരു 3/4 മണിക്കൂർ അവിടെ ശുശ്രൂഷ ചെയ്തു. നല്ല ഒരു യാത്രയയപ്പ് അവിടെ ആ സഭക്കാർ ചെയ്യുവാനായിട്ട് ഇടയായി. യാത്ര ചെയ്ത് ഞങ്ങൾക്ക് ക്ഷേമമായി ഇവിടെ എത്തുവാനായിട്ട് ഇടയായി. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയായിരിക്കുക. തനിക്കിനി ഇവിടെ ഒരു ശുശ്രൂഷയില്ല. ഈ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തൻ്റെ ഭാര്യയും മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ സുവിശേഷ പ്രവർത്തനത്തിന് പോകുമ്പോൾ മാക്സിമം ഞങ്ങൾ 2 പേരും ഒന്നിൽ, അല്ലെങ്കിൽ അജിത്ത് ബ്രദർ, ഞങ്ങൾ 3 പേരാണ് ഒരുമിച്ച് ഭവന സന്ദർശനത്തിലേക്ക് പോകുന്നത്. ഞങ്ങളൊക്കെ ഒത്തിരി തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെയാണ് ഈ സുവിശേഷം അറിയിക്കുന്നത്. കായംകുളത്തിൽ നിന്ന് അവരുടെ സഭക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവർ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെത്രയും പെട്ടെന്ന് എത്തിച്ചേരുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. അപ്പോൾ ഒരു നല്ല കാലാവസ്ഥ നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. ഇതുവരെ മഴയായിരുന്നു. തൻ്റെ ബോഡി കൊണ്ട് വെച്ചപ്പോൾ അത് ആ മഴ മാറി. ഇനിയും ദൈവം അടക്ക ശുശ്രൂഷ ചെയ്യുന്നത് വരെ ദൈവം കാലാവസ്ഥ അനുകൂലമാക്കി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രാർത്ഥനയോടുകൂടെ
ആയിരിക്കുക. കുഴിത്തലക്കിലുള്ള ശുശ്രൂഷകൾ നമ്മൾ അനിയും സാറ് കാര്യങ്ങളെ ക്രമീകരിക്കും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ക്ഷണിക്കപ്പെട്ട ദൈവദാസന്മാർക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തിൻ്റെ നാരകത്തിൻകുഴി കുടുംബത്തിൻ്റെ നന്ദി ഈ ധരണയിൽ അറിയിച്ചു കൊള്ളുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. இப்பொழுது தேவ ஊழியர் சாமுவேல் பி பாபு அவர்கள் முன்னாக வந்து ஒரு சில வார்த்தைகளை நன்றியாக சொல்வார். കർത്താവിൻ്റെ വിലയുടെ നാമം ഇന്നുമെന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ കർത്തദാസൻ്റെ വിഭവത്തിന് കടന്നു വന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും വേഗതരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയുടെ നാമത്തിൽ സ്നേഹം അറിയിച്ചു കൊടുക്കുന്നു. പ്രത്യേക നന്ദി പറയാനുള്ളത് ചേരവള്ളി സൽസഭയിലെ പ്രത്യേക അവിടെയുള്ള വർഗീസ് അങ്കിളിനാണ്. എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. പ്രിയ കുടുംബ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ സ്ഥലസഭയിലുള്ള വിശ്വാസികൾ അവർ വണ്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള പ്രത്യേക നന്ദി. കൂടാതെ തന്നെ ക്രൈസ്റ്റ് രാജൻ ബ്രദറിനും കുടുംബത്തിനുള്ള നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അവിടുത്തെ സഭവിശ്വാസികളും എല്ലാവരും ആശുപത്രിയിലുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോഴൊക്കെ അവരാരും ഉറങ്ങിയിട്ടില്ല 2 ദിവസം കൊണ്ട്. അത്രമാത്രം വളരെയധികം കെയർ ചെയ്താണ് എല്ലാ കാര്യങ്ങളും നോക്കിയത്. പ്രത്യേകം തിരുവല്ല മെഡിക്കൽ മിഷനിലുള്ള എല്ലാ ഡോക്ടേഴ്സും അവിടെ വളരെയധികം പ്രാർത്ഥനയിൽ കൂടിയാണ് അവർ എല്ലാ കാര്യങ്ങളും നടത്തിയത്. കർത്താവിന് സ്തോത്രം. ഇത്രമാത്രം അവരുടെ ദൈവനാമത്തിൽ പ്രിയാളിന് വേണ്ടി ഇത്രമാത്രം ചെയ്യും ഞാൻ ഒരിക്കലും കരുതിയതുമില്ല, ചിന്തിച്ചതുമില്ല. എങ്കിലും വളരെ ഭംഗിയായി ചന്തമായി ഉചിതമായി എല്ലാ കാര്യങ്ങളും ദൈവം നിർവഹിച്ചു തോർത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെയും അവിടെ ചേരവള്ള സഭയിലെ വിശ്വാസികൾ, സഭയിലെ മൂപ്പന്മാർ, പ്രത്യേക വർഗീസങ്ങൾ കുടുംബത്തിനും ക്രൈസ്റ്റും കുടുംബത്തിനും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി. കൂടാതെ ഇന്ന് അവിടെ ശുശ്രൂഷ നടന്നപ്പോൾ കടന്നുവന്ന ഇട്ടി വർഗീസങ്ങൾ അവിടെ ഒത്തിരി ദൈവദാസം കടന്നു. എല്ലാം വളരെ മനോഹരമായി നടന്ന ശുശ്രൂഷ. കൃത്യം 1/2 മണിക്കൂറാണ് അവരെടുത്തത്. വളരെ ഭംഗിയായി അവർ തോമസ് തരങ്ങൾ എല്ലാവരും വന്നു. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി ഞാനിപ്പോൾ അറിയിക്കുന്നു. കൂടാതെ തന്നെ ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും സഹോദരി പ്രത്യേകം കീവീറസിംഗിലും സജിറ്റിപ്പോഴും ഞാൻ ക്ഷണിച്ചിരുന്നു. അപ്രകാരം അവർ വളരെ ബന്ധപ്പെട്ടെങ്കിലും ദൂരയാക്കിയത് കടന്നു വരുവാൻ ദൈവടിയാക്കി അദ്ദേഹത്തിന് മുഖത്തിലെ നന്ദി അറിയിക്കുന്നു. മാത്രമല്ല പേരുകൂടെ സഭയിൽ നിന്ന് വന്ന MC ജോണങ്ങൾ അങ്ങനെ ഒത്തിരി പേരുണ്ട് കടന്നിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. എല്ലാവർക്കും കൂടാതെ തന്നെ എനിക്കിവിടെ സഹായിച്ചത് ഞാൻ നന്ദി പറയാതിരിക്കാൻ സാധിക്കില്ല. നമ്മുടെ പ്രാഗൽ സഭയിലെ കനരാജ് ബ്രദറാണ്. ഞാൻ വിളിച്ച ഉടനെ അദ്ദേഹം ഒരു മടി കൂടാതെ അദ്ദേഹത്തിൻ്റെ കാറുമായി കടന്നു വന്നു. ഞങ്ങൾക്ക് 2 പേർക്കും പിന്നെ പ്രിയ ബോസ് ഞങ്ങളിവിടെ കടന്നു പോകാൻ സാധിച്ചു. വളരെ കഷ്ടപ്പെട്ട ബന്ധുവെങ്കിലും ഒരു മടി കൂടാതെ കടന്നു വന്നു. അവിടെ കാര്യങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കും. കർത്തദാസന് ഇരുവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കൂടാതെ ഇവിടെ നിന്ന് സഹായിച്ച ഇവിടുത്തെ നാട്ടുകാർ, പ്രിയ ആഡിറ്ററുകളുണ്ട്, സഹായിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. മാത്രമല്ല അവിടെ ദേശവാസികൾ എല്ലാവർക്കും നന്ദി അറിയിക്കണം. എല്ലാവരും സഹകരിച്ചു. എനിക്ക് വളരെ വ്യക്തം അറിയാം. ഫോൺ വിളിച്ചു. അതുപോലെ ദൂരെ നിന്ന് കടന്നു വന്ന ഞാൻ പേര് പറഞ്ഞു ജെയ്സൺ ബ്രദർ, വെങ്കടേഷ് ഞങ്ങൾ അങ്ങനെ ഒത്തിരി ഉണ്ട്. ഞങ്ങളെ കുടുംബ ചർച്ച കർത്തദാസന്മാർ, അവരെ പേരൊക്കെ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി ഇപ്പോൾ അറിയിക്കുന്നു. കൂടാതെ പ്രത്യേക ഷാർലിയും 3 കുഞ്ഞുങ്ങളെയും ഓർത്ത് നിങ്ങളെ കുടുംബ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കടന്നു വന്ന എല്ലാവർക്കും ഒരു വാക്കിൽ നന്ദി അറിയിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. പ്രിയ മകൻ ജോയിൽ വെള്ളട കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഉടനെ എത്തുന്നു പറഞ്ഞു. ഒരു പാട്ട് പാടി കർത്താവിന് സ്തോത്രം. ഇവിടെ നാം ഏற்கனவே കേട്ടതുപോലെ പാടലുടെ ഒരു ചില சரணங்களை கேட்கலாம். அதன் பின்பாக தெற்றிவள்ளே தேவ ஊழியம் செய்யக்கூடிய தேவ ஊழியர் சாபு சபாஷன் அவர்கள் ஜெபித்து இங்கே உள்ள நிகழ்வு நிறைவு பெறும். அதன் பின்பாக அவருடைய வீட்டுக்கு அருகாமையில் உள்ள அந்த பகுதிக்கு அடக்கத்திற்காக அவருடைய சரீரம் எடுத்து செல்லப்பட இருக்கிறது. நீங்கள் தொடர்ந்து இதுவரையிலும் பொறுமையாக இருந்த போல தொடர்ந்தும் பொறுமையாக இருக்கும்படி உங்களை அன்பாக வேண்டுகிறோம். പരലോകമേ എൻ സ്വന്തമേ എന്തു കാൺബേനോ പരലോകമേ
പരുത്തം പസിതാഹം മനത്തുയരം അങ്ങേയില്ലേ പരുത്തം പസിതാഹം മനത്തുയരം അങ്ങേയില്ലേ പിൻകിരീടം വാജിപ്പേ പിന്നവർ പാദം സേവേ പിൻകിരീടം വാജിപ്പേ പിന്നവർ പാദം സേവേ പരലോകമേ എൻ സ്വന്തമേ என்று காண்பேனோ സിലുവയിൽ അറയുണ്ടേ ഇനി നാനല്ല യേശുവേ സിലുവയിൽ അറയുണ്ടേ ഇനി നാനല്ല യേശുവേ അവരിൻ മഹിമയേ எனது லட்சியமே அவரின் மகிமையே எனது லட்சியமே பரலோகமே என் சொந்தமே என்று காண்பேனோ ஓட்டத்தை ஜெயமுடன் நானும் ஓடிட அருள் செய்வார் ஓட்டத்தை ஜெயமுடன் நானும் ஓடிட அருள் செய்வார் விசுவாச பாதையில் சோராது ஓடுவே விசுவாச பாதையில் சோராது ஓடுவே பரலோகமே என் சொந்தமே என்று காண்பேனோ பரலோகமே என் சொந்தமே என்று காண்பேனோ என் இன்ப இயேசுவை நான் என்று காண்பேனோ பரலோகமே என் சொந்தமே என்று காண்பேனோ என் சொந்தமே என்று காண்பேனோ പ്രിയമാനവர்களே, பிரியமானவர்கள், அவருடைய இளைய மகன் வருகிறதற்காக வேண்டி தான் கொஞ்ச நேரம் கூட நாங்கள் காத்திருக்கிறோம். அந்த நேரத்தில் பாலராமபுரத்திலே தேவஊழியம் செய்யக்கூடிய தேவஊழியர் டிபி கனகராஜ் அவர்கள் ஒரு சில வார்த்தைகளை இப்பொழுது சொல்லுவார்கள். என்ன அவருடைய இளைய மகன் வருகிறதற்கு காலதாமதம் ஆகிறதுனால சீக்கிரத்தில் வந்துடுவாங்க. புலியூர் சாலை தாண்டி வந்ததாக சொன்னாங்க. அந்த நேரத்தில் ஒரு சில வார்த்தைகளை அவர் பேசுவார்கள். அதன் பின்பாக அந்த அவருடைய மகன் வந்த உடனே ஜெபம் செய்து இங்கிருந்து அடக்கத்திற்காக அவருடைய வீட்டுக்கு அருகாமையிலே பகுதியிலே அவருடைய சரீரம் எடுத்து செல்லப்பட இருக்கிறது. നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രിയ സഹോദരൻ
നമ്മെ വിട്ട് പിരിഞ്ഞു കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. തൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദീർഘവർഷങ്ങൾക്ക് മുമ്പുള്ള തന്നെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനംതർപ്പണത്തിൽ തെളിയുകയാണ്. അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ അതിൻ്റെ പൂർത്തിയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ അവിടുത്തെ സവിധത്തിൽ താൻ വിളിച്ചു വേർതിരിച്ചു. താൻ ഇവിടെ ആയിരുന്നപ്പോൾ ചെയ്തതും കർത്താവിന് വേണ്ടി അധ്വാനിച്ചതുമായ ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. അതിന് തക്കതായ പ്രതിഫലം പ്രാപിക്കുവാൻ താൻ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. താനുമായി ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കഴിഞ്ഞ നാളുകൾ സ്തോത്രത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഒരുപാട് ജീവിത വൈതരണികളിലൂടെ താൻ കടന്നു പോകുവാനായിട്ടിടയായി. തൻ്റെ ജീവിത പ്രതിസന്ധികളിൽ ചിലതൊക്കെ നേരിട്ടറിയുന്നതിനും ആ നിലയിലുള്ള ഒരു സഹകരണം കാണിക്കുന്നതിനും ഇടയായിട്ടുള്ള ദിവസങ്ങൾ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നു. താൻ വിട്ടേച്ചു പോകുന്ന പ്രിയ കുടുംബം, പ്രിയ മകൾ ഷെർലി, ദൈവം അവർക്ക് നൽകിയ കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ദൈവം അവിടുത്തെ ചിറകിൻ്റെ മറവിൽ കരുതുകയും സൂക്ഷിക്കുകയും വിശ്വസ്തനായി കാക്കുകയും ചെയ്യട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവർക്ക് ഈ വേർപാടിൻ്റെ ദുഃഖം സഹിക്കുന്നതിനുള്ള എല്ലാ പ്രാപ്തിയും ദൈവം നൽകട്ടെ. പ്രിയ മകളോടും കുടുംബത്തോടും എനിക്ക് പറയുവാനുള്ളത്, പ്രിയപ്പെട്ടവൻ പിരിഞ്ഞു പോയെങ്കിലും താൻ സേവിച്ച ദൈവം അനന്യനാണ്. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ആ ദൈവത്തിലുള്ള ആശയും പ്രത്യാശയും നിങ്ങളെ ബലപ്പെടുത്തുന്നതിനും ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുന്നതിനും ഇടയാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചും പ്രത്യാശയിൽ തുടർന്നും മുമ്പോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. பிரியமானவர்களே, நாம் இப்பொழுது இங்கிருந்து ஜெபம் செய்து அவருடைய சரீரம் நல்லடக்கத்திற்காக வேண்டி அவருடைய வீட்டுக்கரமான மேலே எடுத்து செல்ல இருக்கிறோம். இப்பொழுது சாபு செபாஸ்டின் அவர்கள் ஜெபம் செய்து இங்கே உள்ள இந்த நிகழ்வு இப்பொழுது நிறைவு. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത്രയും സമയം കർത്താവേ എൻ്റെ ദാസൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഞങ്ങൾ കർത്താവെ പലയിടങ്ങളിൽ നിന്നും വിശുദ്ധന്മാർ കടന്നു വന്ന് കർത്താവെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും തിരുവചനം അവിടുന്ന് പ്രഘോഷിക്കുവാനും ഒക്കെ ഇടയാ തന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രത്യേക കർത്താവെ അജയ് തോമസ് ബ്രദറിനെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ശാരീരികമായ ഈ മുഖം ഞങ്ങളെ മുന്നിൽ നിന്നും ഏതാനും നിമിഷത്തിനുള്ളിൽ മാറ്റപ്പെടും. എന്നാൽ ഞങ്ങൾ കേട്ട ദൈവവചനത്തിൻ്റെ പ്രകാരം കർത്താവ് വേറൊരു രാജ്യത്തിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ കടന്നു വന്നവർ ഒരു യാത്രയപ്പിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെക്കൊണ്ട് കർത്താവെ അത്രയൊക്കെ സാധിക്കുകയുള്ളൂ. അദ്ദേഹം കടന്നുപോയ നാട്ടിലേക്ക് കർത്താവെ ഞങ്ങൾക്ക് ഒരു യാത്രയയപ്പ് കൊടുക്കുവാൻ പല സ്ഥലങ്ങളിൽ നിന്നും സഹോദരങ്ങൾ കടന്നു വരുവാനിടയായി. അവരെല്ലാം ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. കർത്താവെ, പ്രകൃതി അവിടുന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. തുടർന്നുള്ള സമയം കർത്താവെ അടുത്ത ശുശ്രൂഷയ്ക്കായി ദൈവം ഒരുക്കണം. തൻ്റെ ദാസന്മാരെ അവിടുന്ന് അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തിന് വേണ്ടതായ കർത്താവെ സമാധാനം ദൈവം കൊടുക്കണമേ. ദൈവദാസൻ പറഞ്ഞതുപോലെ കർത്താവെ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊടുത്ത് ദൈവം അവിടുന്ന് അവരെ സഹായിക്കണം, അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നവരെയൊക്കെയും ദൈവവചനം കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവെ, പാപികളായ ഞങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുവാനിടയായി. കർത്താവെ, അവിടുന്ന് മഹാ അത്ഭുതമായ വലിയവനായ ദൈവത്തെ കർത്താവെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ രക്ഷിച്ചു സഹായിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്തനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാകിയ ദൈവത്തിന്റെ അൻപും പരിശുദ്ധ ആവിയാനവരുടെ അന്യോന്യവും എൻ്റെ
சதாகாலமும் நம்ம அனைவரோடும் கூட விசேஷமாக வருத்தப்படுகிற ஒவ்வொரு நல்லுள்ளங்களோடும் சதாகாலமும் தங்கி இருப்பதாக. ஆமென். இப்பொழுது இவருடைய சரீரம் இங்கிருந்து அவருடைய வீட்டுக்கு அருகாமையிலான பகுதியில் நல்லடக்கத்திற்காக எடுத்து செல்லப்படுகிறது. அவர்கள் முன்னாக வந்து ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിനയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ. വിനയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. ഉണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ. ഉണ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. നിർമ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ. നിർമ്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ.
നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ നയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. എന്നാൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തേജസ്സുള്ള ഒരു ശരീരം, രൂപാന്തരം പ്രാപിച്ച ഒരു ശരീരം, ആ ശരീരത്തിലാണ് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത്. ആ പ്രത്യാശയുള്ള ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ കടന്നു വന്നവരെ ഈ യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട് ഇന്ന് കടന്നു പോകുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു കാഹളം യുഗാന്ത്യകാലത്തിൽ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാട്ടിലെ രക്ഷപ്പെട്ടോരൊക്കെ കൂടിയാകാശം പേർ വിളിക്കും നേരം കാണുമെൻ പേരും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും. നോക്കി കാണുവാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവസാനമായിട്ട് കാണുവാനുള്ള അവസരമാണ് ഇത്. ഇപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രിയ മകൻ മുഖം മൂടുന്നതായിരിക്കും. അതിനുശേഷം അടച്ചിട്ട് അതിന് മുഖം മൂടുന്നതായിരിക്കും. അതിനുശേഷം അടയ്ക്കും. മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ, മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ, കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ. ആയന്താനന്ദം ആയന്തു മോദമേ, ആയന്താനന്ദം ആയന്തു മോദമേ. ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ, ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. പ്രിയന്മാർവിൽ ഞാൻ ചാരും നേരത്തിൽ, എൻ പ്രിയന്മാർവിൽ ഞാൻ ചാരും നേരത്തിൽ, ഹായന്തോരിൻപമെന്തു മധുരം വർണ്ണ്യമല്ലഹോ, ഹായന്തോരിൻപമെന്തു മധുരം വർണ്ണ്യമല്ലഹോ. ഈ ലോക ജീവിതം പുല്ലിനു തുല്യമേ, ഈ ലോക ജീവിതം മണ്ണിലേക്ക് ചേരേണ്ടതാകുന്നു. ഈ മണ്ണിലേക്ക് നാം പ്രിയപ്പെട്ടവനെ ചേർത്തിരിക്കുകയാണ്. മണലിൽ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന് ദാസൻ അനിലൻ ബ്രദർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. പിന്നെ ഒരു അറിയിപ്പ് കൂടെ ഉണ്ട്. കുറച്ച് ദിവസം 2-3 ദിവസം അവിടെ വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഇതിനൊരു സ്പെഷ്യൽ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതല്ല.
എല്ലാ ദിവസവും അവിടെ വൈകിട്ട് ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഇന്ന് വൈകിട്ടുണ്ട് 7 മണി മുതൽ 8 മണി വരെ. പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, അവിടുന്ന് മനസ്സിലുള്ള പിതാവായി സർവാശ്വാസങ്ങളുടെ ഉറവിടമായ ദൈവമാകയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവാകയാൽ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ കർത്താവിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സമസ്ത ലോക മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ചവനെങ്കിലും അരിമത്തയിലെ യോസഫിന്റെ അടക്കപ്പെട്ടവനെങ്കിലും 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റുന്നു സ്വർഗത്തിൽ ഞങ്ങൾ പോലും ജീവിക്കുന്നവനാകയാൽ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ ഓർക്കുകയാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് എന്നാണ്. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ ദാസൻ ഞങ്ങളുടെ പ്രിയ അജയ് തോമസ് ബ്രദറിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 52 ആണ്ടുകൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ തനിക്ക് ഭാഗ്യം നൽകി. തന്റെ ജീവിതയാത്രാ മധ്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ വിശ്വാസമർപ്പിച്ച് രക്ഷിക്കപ്പെടുവാൻ, പാപോനം പ്രാപിക്കുവാൻ, കർത്താവിന്റെ കൽപ്പനയിൽ സ്നാനമേൽക്കുവാൻ തുടർന്ന നാളുകളിൽ ദൈവവിളി അനുസരിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ തനിക്ക് ദൈവം ഭാഗ്യം നൽകി. നാളുകൾ ഇതുവരെയായി ഏറ്റുപറഞ്ഞ വിശ്വാസത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വേലയ്ക്കായും കർത്താവെ താൻ തുടരുന്നതിന് അവിടുന്ന് കൃപ നൽകി. അതുകൊണ്ട് ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുകയാണ്. വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, കർത്താവിന്റെ വേലയിൽ അന്ത്യം വരെയും തുടരുവാൻ തന്നെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. നൽകിയ കുടുംബത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തോടുള്ള ബന്ധത്തിലും കർത്താവെ അവസാനം വരെയും വിശ്വസ്തത പുലർത്തി തുടരുവാൻ തന്നെ സഹായിച്ചത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. തന്നെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ ദൈവിക പദ്ധതിയിൽപ്പെട്ടത് പൂർത്തിയായപ്പോൾ വിശ്രമ വീട്ടിൽ ആശ്വാസ ഭവനത്തിൽ തന്നെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ താൻ അവിടുത്തെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ്. തന്റെ ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിൽ ഈ വിധത്തിലൊരു ഭക്തന്മാർക്ക് യോഗ്യമായ വിധത്തിലൊരു ശുശ്രൂഷ നിവർത്തിക്കുവാൻ അവിടുന്ന് കൃപ നൽകി. പ്രതികൂലമായ കാലാവസ്ഥയുടെ മുമ്പിലും കർത്താവേ അവിടുന്ന് അനുകൂല കാലാവസ്ഥ ദൈവം നൽകി. അതിനായി തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനി ഞങ്ങളുടെ കർത്താവ് വേഗത്തിൽ വരാൻ പോകുന്നുവെന്ന് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യും എന്ന് വായിക്കുന്നു. കാഹളം ധ്വനിക്കാൻ പോകുന്നുണ്ട്, സ്തോത്രം. മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആ ഉയർപ്പിൻ നാളിൽ പ്രിയ അവിടുത്തെ ദാസനെ വീണ്ടും ഞങ്ങൾക്ക് തേസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഓടാനോട് വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവിനോട് ചേർന്ന് കാണാനായിട്ട് കഴിയുമല്ലോ. ഈ ദുഃഖത്തിന്റെ മധ്യത്തിലും ആ അനുഗ്രഹീതമായ പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ അവിടുത്തെ ദാസന്മാരെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമൊന്ന് കേൾക്കണം. സ്വർഗസ്ഥനായ നല്ല പിതാവേ, ആശീർവാദം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിച്ച് നമ്മെ ദിനംതോറും വഴി നടത്തുന്ന പരിശുദ്ധാത്മാന്റെ സഹവാസവും കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും ലോകമുള്ള സകല വിശുദ്ധന്മാരോടും വിശേഷാൽ വേർപാന്റെ വേദനയെ കഴിഞ്ഞ പ്രിയ കർത്താവിന്റെ ദാസി, കുഞ്ഞുങ്ങൾ, മറ്റു പ്രിയപ്പെട്ടവർ അവരെല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരികെ വരവോളവും ഇരിക്കുമാറാകട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകളുടെ കടന്നു വന്ന എല്ലാ പ്രവർത്തനവും ഒരിക്കൽ കൂടെ വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. ഇത് ലൈവ് എടുത്ത എസ് ബ്രദറിനെയും അവരെ ഫ്രണ്ട്സിനെയും ഓർത്ത് നന്ദി അറിയിക്കാനും അവിടെ എല്ലാവർക്കും അവിടെ ഒരു ചായ ക്രമീകരിച്ചെല്ലാം ഒന്ന് കഴിച്ചിട്ട് തന്നെ പോകണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മ കൊടുക്കുന്നത്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചു. വാടിപ്പോകും പൂവ് പോലെ മാഞ്ഞു പോകുമേ, വാടിപ്പോകും പൂവ് പോലെ മാഞ്ഞു പോകുമേ. ഈ പാഴുലോകത്തിൽ ആശയെന്തഹോ, ഈ പാഴുലോകത്തിൽ എനിക്കാശയെന്തഹോ. പഞ്ഞി പോൽ പറന്നു പോകും മായലോകമേ, പഞ്ഞി പോൽ പറന്നു പോകും മായലോകമേ.
ഹായെന്താനന്ദം ഹായെന്തു മോദമേ ഹായെന്താനന്ദം ഹായെന്തു മോദമേ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ